അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ ജോസഫ് അവറുകളാണ്. തൻ്റെ ജീവിതാനുഭവം അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഏറെ അനുഗ്രഹവും വിടുതലും കാരണമായി തീരേണ്ടതിന് നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സെബാസ്റ്റ്യൻ ജോസഫ് അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്റെ അനുഭവ സാക്ഷ്യം അരോമ ടി വി പ്രേക്ഷകരോട് ഒത്ത് എനിക്ക് പങ്കിടുവാൻ ദൈവം ഒരുക്കി തന്ന ദൈവ സ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അരോമ ടി വിയുടെ ഈ ഡയറക്ടർ ആയിരിക്കുന്ന പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല അനുഭവ സാക്ഷ്യത്തിൽ അനേക ആയിരങ്ങളെ കർത്താവിലൂടെ വഴി നടത്താൻ, കർത്താവിനെ അടുപ്പിക്കുവാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അഥവാ ഈ ടി വി പ്രേക്ഷകരുടെ ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശബ്ദ സ്രോതസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. എന്റെ പേര് പാസ്റ്റർ സെബാസ്റ്റ്യൻ, മാവേലിക്കര ഉളുന്തിയിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്റെ ജനനം ഈ മാവേലിക്കര ഉളുന്തിയിൽ തന്നെയാണ്. ഞാൻ ഒരു യഥാസ്ഥിതിക കത്തോലിക്ക പാരമ്പര്യ ബാക്ക്ഗ്രൗണ്ട് ഇന്ന് ജനിച്ചു വളർത്തപ്പെട്ട എന്റെ മാതാപിതാക്കൾക്ക് 7 മക്കളിൽ ഞാൻ 6ാമനായി ജനിക്കപ്പെട്ടു. എങ്കിലും മാതാപിതാക്കന്മാരുടെ മതഭക്തിക്ക് അഥവാ പാരമ്പര്യ മതഭക്തിക്ക് അനുസരണമായി എന്നെ അവർ വളർത്തിക്കൊണ്ടുവന്നു. തുടർകാലം എൻ്റെ ജീവിതാനുഭവം, വിദ്യാഭ്യാസം ഞാൻ ഉളുന്തി സ്കൂള് HIA UP സ്കൂളിൽ തന്നെ എൻ്റെ ബാല്യകാല വിദ്യാഭ്യാസം തുടർന്നു കൊണ്ടുവന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാവേലിക്കര BHI സ്കൂളിൽ നടക്കുകയും 1986 മാർച്ച് മാസം ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിക്കുകയും 87 മാർച്ച് മാസം 30 അനുബന്ധിച്ച് സൈന്യ സേവനത്തിന് ആയിട്ട് എനിക്ക് റിക്രൂട്ട്മെന്റ് ആകുവാൻ സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നു. സൈന്യ സേവനത്തിൽ ഞാൻ 17 സംവത്സരം സൈന്യ സേവനം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് വഴിയൊരുക്കി തന്നു. ഈ 17 ഞാൻ സൈന്യത്തില് EME എന്ന് പറഞ്ഞ വിഭാഗത്തിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിനാൽ തന്നെ എനിക്ക് വലിയ അഹങ്കാരവും നിഗളവും ഗർവുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ സൈന്യത്തിലെ ഒരു പ്രധാന ഡിപ്പാർട്ട്മെന്റാണ് ഈ വർക്ക്ഷോപ്പ് ഗ്രൂപ്പ്. വർക്ക്ഷോപ്പുകാർക്ക് എപ്പോഴും അവര് തലകുനിക്കുന്ന സ്വഭാവമില്ല. അവരെപ്പോഴും അവരുടെ അടുക്കൽ മറ്റ് പട്ടാളക്കാര് വന്ന് അവരുടെ കാല് പിടിച്ച് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ഒരു അഹങ്കാരം അഥവാ ഹുങ്ക് ഞങ്ങൾക്കുണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ സൈന്യ സേവനത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ ദേശത്ത് പല പ്രാവശ്യം ലീവിന് വരികയും പോവുകയും ചെയ്യുകയും എൻ്റെ മതഭക്തിക്ക് അനുസരണം അത് പാരമ്പര്യ നുകത്തിൻ കീഴിൽ പാരമ്പര്യ നുകത്തിൻ കീഴിൽ ഞാനായിരുന്നപ്പോൾ ഇവിടെ 2 മാസം നാട്ടിൽ വരുമ്പോൾ എല്ലാ കത്തോലിക്ക പള്ളിയിൽ എല്ലാ ആരാധനകൾക്കും ഭാഗഭാക്കുകളാകുകയും ഓരോ ശനിയാഴ്ചയും ഞാൻ നൊവാന എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് കത്തോലിക്ക പാരമ്പര്യത്തിൽ ശനിയാഴ്ച മാതാ മറിയത്തോട് ഉള്ള നവേന, അതിൽ ഞാൻ 8 ആഴ്ച നാട്ടിലുണ്ടെങ്കിൽ 8 ആഴ്ചയും ഞാൻ പങ്കെടുക്കും. ആ 8 ആഴ്ച പങ്കെടുക്കുമ്പോൾ ആദ്യത്തെ ആഴ്ച ഞാൻ കത്തെഴുതി നേർച്ച അപേക്ഷ എന്ന് പറഞ്ഞൊരു ഒരു പെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മാതാ മറിയം മറുപടി തരുമെന്നും പറഞ്ഞു ഞങ്ങളെ അന്ധമായി എന്നെ വിശ്വസിപ്പിച്ചു. ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെയാണ്
അപ്പൊ ഞാൻ ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ തന്നെ ഒരു കത്തെഴുതിയിടും, എന്റെ ആവശ്യങ്ങളും പറഞ്ഞു. ഞാൻ 7 ആഴ്ച കഴിയുമ്പോൾ 8ാം ആഴ്ചയിൽ ഈ കത്തിന് മറുപടിക്കായി എല്ലാവരും പോകുന്നതിന് മുമ്പ് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ മാതാ മറിയത്തിന്റെ സ്റ്റാച്യുവിന് മുമ്പിൽ അഥവാ വിഗ്രഹത്തിന് മുമ്പിൽ എല്ലാവരും മെഴുകുതിരി കത്തിക്കുകയും ഞാനും ഇങ്ങനെ കത്തിച്ച് കാത്തിരുന്നു. എനിക്കൊരു മറുപടിയും കിട്ടാതെ വരുമ്പോ ഞാൻ 8ാമത്തെ ആഴ്ച എല്ലാ സഹോദരിമാരും അവിടുന്ന് പോയി കഴിയുമ്പോൾ ഞാൻ അതിനു മുമ്പ് പതുക്കെ അങ്ങോട്ട് ചെന്ന് ഈ രൂപത്തെ പിടിച്ചു ഒരു കുലുക്കും. എന്നും നിനക്ക് ഇങ്ങനെ അങ്ങിരുന്നാ മതിയോ, എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചാൽ എന്ന് ഞാൻ വരുമ്പോ ഈ ഒരു നിപ്പല്ലാതെ എന്നോടൊന്ന് സംസാരിക്കുകയോ ഇനി ഞാൻ ഇട്ടതിന് മറുപടി തരികയോ ചെയ്യാത്ത എനിക്ക് നിന്നെ ഇനിയും വേണ്ട എന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് തീരുമാനപ്പെടുത്തി. അങ്ങനെ ദീർഘവർഷങ്ങൾ കഴിഞ്ഞുപോയി. 6 വർഷം ഞാൻ അങ്ങനെ കഴിഞ്ഞുപോയി. 6 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിവാഹാലോചന. ഈ വിവാഹാലോചന വന്നു. മാതാപിതാക്കന്മാർ പോയി. അടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ഭാര്യയുടെ വീട്. അപ്പോൾ മാതാപിതാക്കന്മാർ പോയി ആ പെൺകുട്ടിയെ കാണുകയും അവർക്ക് ഇഷ്ടപ്പെട്ട് മടങ്ങി വന്നു. അത് ഏതായാലും 1993 ജൂൺ മാസം 10-ാം തീയതി ദൈവത്തിന്റെ ഹിതം എന്ന് പറയട്ടെ, തക്കതായ ഒരു തുണയെ ദൈവം എനിക്ക് വേണ്ടി ദാനം നൽകി. അത് മുതൽ എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരിവെന്ന് വേണം പറയാൻ. എനിക്ക് തക്കതായ തുണ ദൈവം മുൻകൂട്ടി തന്നെ ഒരുക്കിയത് കൊണ്ട് തന്നെ ഈ തക്കതായ തുണയിൽ എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ അംബാല എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു സർവീസ് ചെയ്തിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവള് ജോലി ചെയ്തിരുന്നു ഒറീസ ഭുവനേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത്. എൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ ഞാൻ പ്രിയപ്പെട്ടവളെ അംബാലയിൽ കൊണ്ടുപോയി. അപ്പോഴത്തേക്കും എനിക്കൊരു പുരുഷ പ്രജ എന്ന് വേണേൽ പറയാം, മകന് ദൈവം ദാനം നൽകി. ആ മകന്റെ പേരാണ് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ. അവിടെ വന്നു, അംബാലയിൽ വന്ന് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ താമസിച്ചു. പ്രിയപ്പെട്ടവൾ അവിടെ 3 വർഷത്തോളം ജോലിക്ക് പോകാൻ ദൈവം കാരണമാക്കി. 3 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ 4 വർഷത്തെ ടേൺ ഓവർ അവിടെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഞാൻ ഈ ആർമിയിലെ സൈന്യ സേവനത്തിലായിരുന്നപ്പോൾ തന്നെ ഞാനൊരു സ്പോർട്സ്മാൻ ആയിരുന്നു. ഞാൻ അതിന്റെ ഇടയ്ക്ക് ഫാമിലി അവിടെ ഉള്ളപ്പോൾ തന്നെ അതിനിടയ്ക്ക് ഞാൻ ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സില് സിമിലയിലൊക്കെ പോവുകയും ഫിസിക്കൽ ട്രെയിനിങ്ങിലൊക്കെ ആയിരിക്കുകയും ഒക്കെ ചെയ്തു. ഒരു EMEയിലായിരിക്കുന്ന ഒരു മനുഷ്യന് സത്യത്തിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ ഏറ്റവും നല്ലൊരു ഡിപ്പാർട്ട്മെന്റുമായി ആയിരുന്നു. ഒരു ഹറാസ്മെന്റും ഞങ്ങൾക്ക് അവിടെ ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ ഹൃദയത്തിന്റെ ആഗ്രഹം, ഞാൻ എപ്പോഴും സ്പോർട്സിലായിരുന്നത് കൊണ്ട് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എനിക്ക് അത് ദൈവം തന്നു എന്ന് വേണേൽ പറയാം. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ നിന്ന് പോസ്റ്റിംഗ് ആയി ഞാൻ സിക്കിമിന് പോസ്റ്റിംഗ് പോയപ്പോൾ പ്രിയപ്പെട്ടവൾ അവിടുന്ന് ദേശത്ത് മടങ്ങിപ്പോവുകയും കുഞ്ഞുമായിട്ട് മടങ്ങിപ്പോയും അപ്പോഴത്തേക്ക് എനിക്കൊരു പെൺപൈതലിനെ സ്റ്റാനിസ് സെബാസ്റ്റ്യൻ ജനിച്ചു കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവള് യമനിലേക്ക് ദൈവം ഒരു വഴി തുറന്നു. പ്രിയപ്പെട്ടവൾ യമനിലേക്ക് കടന്നു പോവുകയും ഞാൻ സിക്കിമിലെ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ സിക്കിമിൽ നിന്ന് 2 വർഷം അയൽറ്റിറ്റ്യൂഡ് ടേൺ ഓവർ കഴിഞ്ഞാൽ ഒരു ഹോം പോസ്റ്റിംഗ് ലഭിക്കാറുണ്ട്. ഈ ഹോം പോസ്റ്റിംഗിൽ എനിക്ക് പോസ്റ്റിംഗ് കിട്ടി മദ്രാസ് വെഹിക്കിൾ ഡിപ്പോ വർക്ക്ഷോപ്പിലേക്ക് പോസ്റ്റിംഗ് വരികയും അവിടെ കർത്തൃദാസ്, അതായത് പ്രിയപ്പെട്ടവൾ ലീവിന് വരികയും ഞങ്ങൾ ഒരുമിച്ച് വളരെ സന്തോഷത്തോടെ അനുഗ്രഹത്തോടെ കടന്നുപോയി. പ്രിയപ്പെട്ടവൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. എൻ്റെ 4 വർഷത്തെ ടേൺ ഓവർ ആയപ്പോൾ എനിക്ക് അവിടുന്ന് പട്ടാൻകോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. പട്ടാൻകോട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോസ്റ്റിംഗ് പോയി. ഞാൻ പട്ടാൻകോട് ആയിരിക്കുമ്പോൾ അവിടെ യുദ്ധസമാനമായ സാഹചര്യം, കാർഗിൽ യുദ്ധസമയം ഉണ്ടാവുകയും ഈ യുദ്ധസമയത്താണ് കർത്തൃദാസ്, അതായത്
പ്രിയപ്പെട്ടവൾ, അപ്പൊ കർത്തൃദാസി ആയില്ല. പ്രിയപ്പെട്ടവൾ അവിടെ ലീവിന് വന്നു. ലീവിന് വരുമ്പോൾ ഞാൻ അമർസാർ ബോർഡറിൽ, ഞങ്ങളുടെ യൂണിറ്റും അമർസാർ ബോർഡറിലായിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ അടുക്ക ചെന്ന് റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് പ്രിയപ്പെട്ടവളെ ചെന്ന് ബോംബെ ചെന്ന് കൊണ്ടുവരാൻ 10 ദിവസം അവധി വേണം. അവര് എല്ലാവരും തീരുമാനിച്ചു, ദീർഘനാളുകളായില്ല, ഇവന്റെ റെക്കോർഡെല്ലാം ഓക്കെ, ഒരു ബ്ലാക്ക് എൻട്രി പോലും എന്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. അവര് എല്ലാ സൈനികരും ലീവിന് പോയവരെ ഒക്കെ തിരിച്ചു വിളിക്കുമ്പോൾ അത്ഭുതമെന്ന് പറയട്ടെ, ലീവ് കിട്ടത്തില്ല എന്നുള്ള സാഹചര്യത്തിൽ അവസാനം വരെ ലീവ് കിട്ടത്തില്ല എന്ന് പറയുമ്പോഴും എനിക്ക് ദൈവം ഒരവസരം ഒരുക്കി തന്നു. 10 ദിവസം അവരെനിക്ക് ലീവ് തന്നു. ബോംബെയിൽ പോയി ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു. പട്ടാൻകോടാ വന്നത്. അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾക്ക് ക്വാർട്ടർ കിട്ടി. ക്വാർട്ടറിൽ ഞങ്ങൾ താമസിക്കുമ്പോൾ എന്നെ അമർസാർ ബോർഡറിൽ നിന്ന് ഇങ്ങനെ റിയറിലോട്ട് പത്താൻകോടിലോട്ട് പറഞ്ഞു വിട്ടു. അവിടെ പോയി നിന്നോ, ഇപ്പോൾ ഭാര്യയൊക്കെ ഉണ്ടല്ലോ. 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 2 മാസത്തെ ലീവും തന്നു. അപ്പോഴും യൂണിറ്റിൽ ബോർഡറിൽ തന്നെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയവും ദൈവത്തിന്റെ കൃപയെന്ന് പറയട്ടെ, 2 മാസം എനിക്ക് ലീവ് കിട്ടി. ഞങ്ങൾ ക്വാർട്ടറിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഭവനത്തില് ഞങ്ങൾക്ക് കറി വെക്കാൻ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എന്നോട് പ്രിയപ്പെട്ടവള് പറഞ്ഞു, നമുക്ക് മാർക്കറ്റിൽ പോയി കറി വെക്കാൻ എന്തെങ്കിലും സാധനം വാങ്ങിക്കാം. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നമുക്ക് ഇവിടെ ഇപ്പോൾ പട്ടാളക്കാർ കുറവാ റിയറിലുള്ളത്, അത് കാരണം മാർക്കറ്റിൽ പോയി നമുക്ക് ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ക്വാർട്ടറിന് ബാക്കിലായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ആ ഗ്രൗണ്ട് ക്രോസ് ചെയ്ത് ഞങ്ങൾ ജണ്ടുവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് ചിക്കൻ വാങ്ങിക്കും. ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ വേഗത്തിൽ മടങ്ങി വരും. മടങ്ങി വരാൻ ഞങ്ങൾ ആ ഗ്രൗണ്ട് അടുക്കാറായപ്പോൾ ഒരു പട്ടാളക്കാരൻ ഞങ്ങളുടെ ക്വാർട്ടറിനടുക്കാൻ ഓടി വന്നൊരു ദൂതനെ പോലെ പറഞ്ഞു, ദീദി ദീദി ആപ്പ് है ना विदेश से आया, दीदी ने बोला है यस आपका क्वार्टर जल गया, നിങ്ങളുടെ ക്വാർട്ടർ കത്തിപ്പോയി. അപ്പം ഞാൻ വരുന്ന വഴിക്ക്, പ്രിയപ്പെട്ടവളുമായി വരുന്ന വഴിക്ക് ഞാൻ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എനിക്ക് അന്നത്തെ കാലത്ത് നാട്ടിലെ ബജാജ് കലിബർ എന്ന് പറഞ്ഞ ഒരു വാഹനമുണ്ട്, ബജാജ് കലിബർ. ആ വാഹനം എടുക്കാൻ വേണ്ടി ഞാൻ ഫണ്ടിൽ കടന്നു 40,000 രൂപ എടുത്തു. പ്രിയപ്പെട്ടവള് വന്നപ്പോൾ 10-20 പവൻ ഗോൾഡ് ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പുതിയതായി ടെലിഫോൺ ഇറങ്ങിയ ടെലിഫോൺ ഉണ്ടായിരുന്നു. അനേക 3-4 വലിയ കെട്ടുകളും കുൾട്ട് മാട്രസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, മറ്റുള്ളവരുടെ ഡോളറുകൾ നാട്ടിലേക്ക് അന്ന് കത്ത് മുഖാന്തരമാണല്ലോ, പോസ്റ്റൽ മുഖാന്തരമാണല്ലോ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കത്തുകളും അവരുടെയൊക്കെ ഡോളറുകളും ഞങ്ങള് പ്രിയപ്പെട്ടവള് വന്നു കഴിഞ്ഞ് അമൃത്സറിൽ പോയി ഞങ്ങൾ കുറച്ച് ഡോളർ മാറാൻ പോകുന്ന സമയത്ത് അവിടെ അമൃത്സറിലെ അത് മാറി കിട്ടത്തുള്ളൂ. അപ്പൊ അമൃത്സറിൽ പോയി മാറാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞു, അമൃത്സറിലാണ് ഗോൾഡൻ ടെമ്പിൾ ഉള്ളത്, നമുക്കൊന്ന് കണ്ടുകളെ. അപ്പൊ പ്രിയപ്പെട്ടവള് ഒരു കാരണവശാലും ഈ ഗോൾഡൻ ടെമ്പിൾ കാണാൻ സമ്മതിക്കും. ഞാന് നിർബന്ധിച്ചു വലിച്ചു പിടിച്ചു ഗോൾഡൻ ടെമ്പിളിൽ കൊണ്ടുപോയി. മടങ്ങി വന്നു. ഞങ്ങൾ ക്വാർട്ടറിൽ വന്ന് 2-3 ദിവസം കഴിഞ്ഞാണ് ഈ ക്വാർട്ടറില് ഈ സംഭവം ഉണ്ടായത്, തീ കത്തിയത്. ഞാൻ ക്വാർട്ടറിന്റെ അടുക്കലേക്ക് അങ്ങ് ഓടിപ്പോയപ്പോൾ അവിടെ റിയറിലുണ്ടായിരുന്ന ഓഫീസർമാര്, മിലിറ്ററി പോലീസുകാര്, ആ ദേശത്തുള്ള മൊത്തം ആൾക്കാര്, പോലീസുകാരൊക്കെ അവിടെ ഉണ്ട്. പെട്ടെന്ന് ഇതെല്ലാം സംഭവിച്ചത്. ഞാൻ വന്ന് ക്വാർട്ടർ നോക്കിയപ്പോൾ അവര് തീയെല്ലാം അണച്ച് മുകളിൽ കിടന്ന ഫാനെല്ലാം മെൽറ്റ് ആകുന്നത് പോലെ വളഞ്ഞ് താഴോട്ട് മൊത്തം സംഭവം അവര് തീയെല്ലാം അണച്ച് എല്ലാവരും വെളിയിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ വരുമ്പോൾ പ്രിയപ്പെട്ടവളോട് ചോദിച്ചു, ഇതെങ്ങനെയാ സംഭവിച്ചത്?
ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ഇവിടെ ഒന്നും കത്തിച്ച് വെച്ചിട്ടില്ലായിരുന്നു, ഒന്നും ഞങ്ങൾ പാചകം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അവര് കോർട്ട് ഓഫ് എൻക്വയറിക്ക് വേണ്ടി അവരെന്ത് ചെയ്തു, ക്വാർട്ടർ സീൽ ചെയ്തു. ക്വാർട്ടർ സീൽ ചെയ്തപ്പെട്ട് പ്രിയപ്പെട്ടവരോട് ചോദിച്ചു പരാതി വല്ലതും ഉണ്ടോ. അന്നേരം പ്രിയപ്പെട്ടവർക്ക് അറിയാവുന്ന ഹിന്ദിയില് അവരോട് പറഞ്ഞു യഹോവന ദിയ യഹോവന ലിയ യഹോവക്ക നാം മഹിമ ഓനെ. ഇങ്ങനെ പറഞ്ഞു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വം ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ ഓഫീസർമാരെല്ലാം കൂടി പറയുകയാണ് ഇവൾക്ക് സൈക്കിക്കായി, ഇൻകോ സൈക്കിക് ഹോ ഗയാ കർക്കെ പോല. അങ്ങനെ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവള് അവരോട് പറഞ്ഞു എനിക്കല്ല സൈക്കിക് ആയത്, എനിക്കിത് വളരെ കുശിക്ക ബാത്ത്, മുഷേബി കുശിക്ക ബാത്ത്. അതെന്തുകൊണ്ടെന്നാൽ അങ്ങനെ പറഞ്ഞത്, ഈ പ്രിയപ്പെട്ടവള് യമന്റെ ദേശത്തായിരുന്നപ്പോൾ പാരമ്പര്യമായി എപ്പിസ്കോപ്പൽ ദൈവസഭയിൽ ദേശത്തുനിന്ന് കടന്നു പോകുന്നത് വരികയും ഒരു വൈദ്യൻ, അതായത് അച്ഛന്മാരുടെ ഭവനത്തിൽ, അവർ ഭവനമായി മൊത്തം പ്രിയപ്പെട്ടവളുടെ പിതാവിന് 5 സഹോദരന്മാരുണ്ട്. ഈ 5 സഹോദരന്മാരുടെ എല്ലാ ഭവനങ്ങളിലും അച്ഛന്മാരുണ്ട്. ഈ പുരോഹിതന്മാരുള്ളത് കാരണം അവര് പാരമ്പര്യമായി മത പൗരോഹിത്യത്തിൽ തന്നെ അടിമപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവള് യമനിൽ പോയത്. യമനിൽ ചെന്ന് അവിടെ ഒരു ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിലെ വേർതിരിക്കപ്പെട്ട ആരാധന കണ്ടെത്തും വരെ വേറൊരു ഫെലോഷിപ്പിൽ പോയി. അപ്പൊ അവിടെ വരുന്ന ദൈവജനത്തോട് ചോദിച്ചു ഇവിടെ വേർപിരിക്കപ്പെട്ട ദൈവസഭ വല്ലതും ഉണ്ടോ. അപ്പൊ അങ്ങനെ അവിടെ വേർപിരിക്കപ്പെട്ട ഒരു IPC സഭയേ ഉള്ളൂ, മറ്റ് വേർപിരിക്കപ്പെട്ട ഒരു ദൈവസഭയും അന്നത്തെ കാലത്ത് അവിടെ ഇല്ല. പ്രിയപ്പെട്ടവള ആ ദൈവസഭയിൽ പോയി രഹസ്യമായ ആരാധന വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പട്ടാൻകോട്ടിലേക്ക് വരുന്നത്. അതെനിക്കറിയത്തില്ല ഇങ്ങനെ പെന്തക്കോസ്റ്റിലാണ് പോകുന്നതെന്ന്, പെന്തക്കോസ്റ്റിൽ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഈ ഗ്രൗണ്ടിൽ കൂടെ നടന്നു വരുമ്പോൾ ഞാൻ പ്രിയപ്പെട്ടവളോട് പറഞ്ഞു ഞാൻ ഫണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്, എനിക്ക് കലിവർ വാങ്ങിക്കാൻ സമ്മതിക്കുവാണെങ്കിൽ 2 മാസം അവധി തന്നു. ഇപ്പൊ ഞങ്ങള് കുറച്ചു ദിവസം കഴിഞ്ഞു ഇവിടുന്ന് നാട്ടിൽ വരാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ തീരുമാനമെടുത്തിരുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ സ്ഥലത്ത് പെന്തക്കോസ്ത് സഭകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അവിടെ ബൈക്കിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിച്ചപ്പം എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും ഞാൻ പറഞ്ഞു ബൈക്ക് എടുത്ത് തന്നാൽ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു GPM സഭയുണ്ട്, എനിക്ക് അതേ അറിയൂ. മറ്റ് ഒരുപാട് സഭകൾ ഇവിടെ ഉണ്ട്, പക്ഷെ എനിക്ക് TPM സഭയില് എന്റെ കൂടെ പഠിച്ചു 1-2 പേരുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് അവരെ കുറിച്ച് അറിയാം. ഞാൻ പറഞ്ഞു അവിടെ വിടാമെന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൂതനെ പോലെ ഈ മനുഷ്യൻ ഓടി വന്ന് നിങ്ങളുടെ കോട്ടർ കത്തി എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതായിരുന്നു ആദ്യത്തെ അവിടുത്തെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു തുടക്കം. അപ്പോൾ ഈ കോട്ടർ കത്തിയ കാര്യം ഓഫീസർമാര് ചോദിച്ചോ പറഞ്ഞു ഞങ്ങൾക്ക് കേസൊന്നുമില്ല, ഞങ്ങൾ കേസ് കൊടുക്കും, ഞങ്ങൾ കേസ് കൊടുക്കുന്നത് ഭൂമിയിലെ തീർപ്പല്ല, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഉയരത്തിന്റെ തീർപ്പ് മതി എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഉയരത്തിന്റെ തീർപ്പ് മതി എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ ഉറച്ചു നിൽക്കുന്ന വിവരം എനിക്കറിയില്ല. അപ്പോൾ അവിടെ പിറ്റേ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പർ, ഹിന്ദു പേപ്പർ, പഞ്ചാബ് കേസരി, ഇതിലൊക്കെ ഈ വാർത്ത വന്നു. ഈ വാർത്ത കണ്ടുകൊണ്ട് അന്ന് പട്ടാൻകോട് മാമൻ ക്യാൻഡ് IPC ചർച്ച് പാസ്റ്റർ MM ജോൺ എന്ന് പറഞ്ഞ ഒരു കർത്തൃദാസൻ, ആ കർത്തൃദാസൻ ഞങ്ങളുടെ ക്വാർട്ടറിൽ വരികയും ഞങ്ങളോട് പറഞ്ഞു ഇന്ന് ചണ്ഡീഗഡിൽ നിന്ന് ഒരു കർത്തൃദാസ് വരുന്ന ദിവസം 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വരുന്നുണ്ട്, നിങ്ങൾ നിശ്ചയമായും ഈ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് പങ്കൊള്ളും. അപ്പൊ എനിക്കറിയത്തില്ല ഉപവാസ പ്രാർത്ഥന എന്താ, കർത്തൃദാസി ആരാ
ഒന്നും എനിക്കറിയില്ല. അറിയാൻ വയ്യായെങ്കിലും പ്രിയപ്പെട്ടവള് എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പ്രാർത്ഥനയ്ക്കല്ലേ അദ്ദേഹം വിളിച്ചത്. അപ്പം അദ്ദേഹത്തെ പാസ്റ്റർ എന്ന് പോലും സംബോധന ചെയ്യാതെ രഹസ്യമായ കാര്യങ്ങൾ വെച്ചിരിക്കുമ്പോഴാണ് പറയുന്നത്, നമുക്ക് 3 ദിവസം ഏതായാലും പോയി അറ്റൻഡ് ചെയ്യും. അപ്പോഴത്തേക്ക് എനിക്ക് ഇടാൻ തുണികളൊന്നുമില്ല, എല്ലാം കത്തിപ്പോയി. ആ രാത്രി അങ്ങനെ അങ്ങ് പോയി. പ്രിയപ്പെട്ടവള് അടുത്ത ദിവസം ഉപവാസത്തിന് തയ്യാറെടുത്തു. രാത്രിയിൽ ദൈവം ദർശനം കാണിച്ചു. കത്തിക്കരിഞ്ഞ ചാരത്തിന് ഏറ്റവും അടിവശം എന്റെ പാസ്പോർട്ടും വിസയും അടങ്ങുന്ന ഒരു ചെറിയ കവറുണ്ട്. ആ കവറിനകത്തിൽ വിജി എന്ന് പറയുന്നത് സഹോദരിയുടെ ഡോളറും കത്തുമുണ്ട്. ഇത്രയും സാധനങ്ങൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ദർശനത്തിലൂടെ കാണിച്ചു. രാവിലെ ചെന്ന് ക്വാർട്ടർ തുറപ്പിച്ച് അത് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. മൊത്തം കത്തിക്കരിഞ്ഞ് ഗോൾഡൊക്കെ മെൽട്ടായി കഴിഞ്ഞു. എല്ലാ സാധനങ്ങളും ഉരുകിപ്പോയി. ഇങ്ങനെയുള്ള അവസരത്തിൽ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇത് ഓഫീസർമാർ പറഞ്ഞില്ലേ നിനക്ക് സൈക്കിക് ആണെന്ന്, നീ സൈക്കിക്കിന് വല്ല മരുന്നെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. ഏതായാലും ഞാൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചു. ഹവിൽദാർ മേജറെ വിളിപ്പിച്ചു, വോട്ടർ തുറപ്പിച്ചു. ഞാൻ നിന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈ പറയപ്പെട്ടതുപോലെ തന്നെ ചാരത്തിനടിയിൽ നിന്ന് പാസ്പോർട്ടും അതിൽ വിസ അടിച്ചിട്ടുണ്ട്, ടിക്കറ്റും ഈ കത്തും അതിനകത്ത് ലെറ്ററും വളരെ ഭംഗിയായി കിട്ടി. പാസ്പോർട്ടിന്റെ ഇന്നും തെളിവാണ്. ആ പാസ്പോർട്ടിന്റെ 4 വശവും പുക ചുറ്റി ലൈറ്റായിട്ട് കരിഞ്ഞിരിക്കുന്നത് പോലെ കിട്ടി. അപ്പോഴത്തേക്കും പ്രിയപ്പെട്ടവളുടെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റുകൾ, ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റുകളും കത്തിക്കരിഞ്ഞു. പെട്ടെന്ന് ഇത് ഒരു അത്ഭുതമായ വിധത്തിൽ ആ മറ്റൊരു ക്വാർട്ടറിൽ ഞങ്ങളെ ആക്കിയപ്പോൾ അവരുടെ മധ്യത്തിലും ഇത് വലിയ അത്ഭുതമായി വന്നവരും കണ്ടവരും നിന്നവരും എല്ലാം ഇത് വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിപ്പാൻ ഇതെടുത്ത് ഓഫീസർമാർ നോക്കിയപ്പോൾ തിരിച്ചു പോകാനുള്ള വിസ അതിലുണ്ട്. അവരെന്ത് ചെയ്തെന്നറിയോ, കോർട്ട് ഓഫ് ഇൻക്വയറിക്ക് വേണ്ടി 2-3 ഓഫീസർമാരെയും സാക്ഷ്യത്തിന് വേണ്ടി 3-4 പേരെയും വിളിച്ച് ഒരു കോർട്ട് ഓഫ് ഇൻക്വയറി നടത്തി. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി തരാം, പരാതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി തിരിച്ചു പോകണത്തില്ല എന്ന് പറഞ്ഞു. അവരൊരു കത്തിക്കരിഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ പ്രിയപ്പെട്ടവളുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലോസ് ആയിട്ട് അവർ ആർമി ഒരു പേപ്പർ ഉണ്ടാക്കി സീലടിച്ച് കമാൻഡിംഗ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു, മുദ്രയിട്ട് പേപ്പർ തന്നു പ്രിയപ്പെട്ടവൾക്ക് തിരിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ കർത്തൃദാസം വന്ന് 3 ദിവസത്തെ ഉപവാസത്തിന് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും കൂടെ 10 മണി എന്ന് പറഞ്ഞ് ഞങ്ങൾ 9:45 ആയപ്പോഴേ ആലയത്തിൽ ചെന്നു. ഞാൻ ഏറ്റവും പുറകിൽ ചെന്നിരുന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് കടന്നു വന്ന കർത്തൃദാസിയുടെ പേരാണ് കുഞ്ഞമ്മ രാജൻ. അവർ ചർച്ച് ഓഫ് ഗോഡിലുള്ളതാണ്. കുഞ്ഞമ്മ രാജൻ എന്ന് പറഞ്ഞ കർത്തൃദാസി അവിടെ കടന്നു വന്നു. ഏറ്റവും ഫ്രണ്ടിലോട്ട് തിരിഞ്ഞിരിക്കുക, ബാക്കി ജനങ്ങളെല്ലാം പുറകോട്ട് തിരിഞ്ഞിരിക്കുക. ഫ്രണ്ടിൽ നിന്ന് അവരുടെ പുറകിലിരിക്കുക. എല്ലാം ഉപവാസ പ്രാർത്ഥന തുടങ്ങി. ഓരോരുത്തരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പാസ്റ്റ് പറഞ്ഞു എല്ലാവരും മാറി മാറി പ്രാർത്ഥിക്കണമെന്ന്. ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും ഈ കർത്തൃദാസി അവരോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കാറുണ്ട്. ആരാ പ്രാർത്ഥിക്കുന്നതൊന്നും കർത്തൃദാസി കാണുന്നില്ല. പക്ഷെ എന്റെ സമയമായപ്പോൾ, പ്രാർത്ഥനയ്ക്ക് എന്റെ സമയമായപ്പോൾ എനിക്ക് സ്തോത്രം എന്ന് പറയാൻ പോലും എനിക്ക് തിരിയത്തില്ല. എന്ന് പറഞ്ഞാൽ എനിക്ക് സ്തോത്രം വായിന്ന് വരുത്തി. അവസാനം എല്ലാവരും നോക്കിയിട്ട് ഞാൻ സ്തോത്രം എന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എന്നോട് കർത്തൃദാസി ശക്തമായ ദൈവാലോചന പറഞ്ഞു. എന്റെ മകളുടെ നിലവിളി ഞാൻ കേട്ടു. ഇനി നിനക്കൊരു മാനസാന്തരമില്ലെങ്കിൽ എന്റെ വായിൽ നിന്ന് ഞാൻ നിന്നെ ഉമിഴ്ന്നു കളയും, ജാതികളുടെ ഇടയിൽ ഞാൻ നിന്നെ ഉഴലുമാറാക്കും. അന്ന് പറഞ്ഞതുപോലാണ്. അന്ന് എങ്ങനെയാണ് പറഞ്ഞത് ഇപ്പോഴും എന്റെ
ചെവിക്കകത്ത് കർണപടത്തിനകത്ത് ഇത് ഓർമ്മയായിട്ടിരിക്കും. അങ്ങനെ കടന്നുപോയി എല്ലാവരോടും ദൈവത്തിന്റെ ആലോചന പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ എന്റെ വായിൽ നിന്ന് നിന്നെ ഉമിഴ്ന്നു കളയുമെന്ന് പറഞ്ഞത് മാത്രം എനിക്ക് മനസ്സിലായി. അതിന്റെ അർത്ഥം തുപ്പിക്കളയുമെന്നാണ് എന്നെനിക്ക് മനസ്സിലായി. അന്ന് പ്രസംഗിച്ചത് ഈ കർത്തൃദാസിയുടെ പ്രിയപ്പെട്ട കർത്തൃദാസനായിരുന്നു അന്ന് പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ പേരാണ് രാജൻ ചാ. അത് അവര് കുടുംബമായ ദീർഘനാളുകളെ അവരും അടുക്കാരാണ്. പക്ഷെ ഞങ്ങൾക്ക് തമ്മിൽ അറിയത്തില്ല. ആ കർത്തൃദാസന്റെ ഈ കർത്തൃദാസിയുടെ ജ്യേഷ്ഠത്തിയുടെ ഹസ്ബൻഡ് MD സോമൽ എന്ന് പറഞ്ഞ പാസ്റ്റർ, അവിടുത്തെ ഷാരോണിന്റെയോ ഇവര് ചർച്ച് ഓഫ് ഗോഡും അവർ ഷാരോണിന്റെ അവിടുത്തെ റീജിയന്റെ പാസ്റ്റർ. ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കർത്തൃദാസി ആണ് എന്നോട് ദൈവത്തിന്റെ ആലോചന പറഞ്ഞത്. കർത്തൃദാസൻ അന്ന് പ്രസംഗിച്ചപ്പോൾ ഇന്ന് യേശു ക്രിസ്തുവിനെ ആര് രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരെയും മുന്നിൽ നിന്നോട് നോക്കി, ആരെങ്കിലും അങ്ങനെ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്താമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ കരമുയർത്തി. അന്ന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുള്ളത് ചമ്പ, ദളോജി എന്നൊക്കെ പറഞ്ഞ ഹിമാചലി എന്നുള്ള ആൾക്കാരാണ് വന്നിരിക്കുന്നത്. മലയാളീസും ഉണ്ട്. 7-8 പേരെ ടോട്ടൽ ഉപവാസ പ്രാർത്ഥനയ്ക്കുള്ളു. പക്ഷെ ഞാൻ നോക്കിയപ്പോ ഓരോരുത്തരും കരം പൊക്കുന്നു. ഞാൻ കരം ഒന്ന് പതുക്കെ ചെറുതായിട്ട് എന്റെ ശിരസിന് മേലെ ചെറുതായിട്ടൊന്ന് ഉയർത്തി. ഇത് കർത്തദാസൻ കണ്ടു. എന്റെ തലയിലോട്ട് വന്ന് കൈവച്ചിട്ട് ഈ കർത്തദാസൻ എന്നോട് എന്തൊക്കെയോ ദൈവാലോചന വന്നു. പ്രസംഗം കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, മുൻപോട്ട് വാ, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഇന്ന് രക്ഷിക്കപ്പെട്ട ദിവസം. അന്ന് രക്ഷിക്കപ്പെടുക എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം അന്ന് അങ്ങനെ കഴിഞ്ഞുപോയി. പിറ്റേ ദിവസവും വന്നു. ഇതേ കർത്തദാസൻ തന്നെ പ്രസംഗത്തിന് കടന്നു വന്നു. പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവളും ഈ കർത്തദാസൻ എല്ലാവരും കൂടെ പറഞ്ഞു, ഇന്നലെ രക്ഷിക്കപ്പെട്ട ബൈബിൾ ക്ലാസ് എടുക്കണം. അപ്പൊ ബൈബിൾ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, എന്തിനാ പാസ്സ ഈ ബൈബിൾ ക്ലാസ് എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇനി മുമ്പോട്ടുള്ള ഒരു പടിയുണ്ട്, അത് സ്നാനം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം സ്നാനപ്പെട്ടതാന്ന് പറഞ്ഞപ്പം എനിക്ക് വചനം എടുത്ത് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി അവിടത്തെ ശിഷ്യന്മാരെ കണ്ടു. അപ്പൊ അന്ന് എനിക്ക് ഈ വചനമൊന്നും അറിയത്തില്ല, കാണാൻ അറിയത്തില്ല. ഇന്ന് എനിക്ക് ആ വചനങ്ങൾ കാണാൻ അറിയാത്തതിന്റെ കാരണം എന്നോട് ആദ്യമായി ഇവര് പറഞ്ഞ ദൈവവചനമാണ്. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ എഫെസോസിലെത്തി അവിടത്തെ ശിഷ്യന്മാരെ കണ്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഈ വേദഭാഗം എന്നോട് പറഞ്ഞ് എന്നെ അതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചു തന്നപ്പോൾ ശിഷ്യന്മാർ രണ്ടാമത് സ്നാനമേറ്റതായിട്ടൊരു വേദഭാഗം അതിനകത്ത് എന്നെ കാണിച്ചു തന്നു. അങ്ങനെ ശിഷ്യന്മാർക്ക് സ്നാനമേൽക്കാൻ കഴിയുമെങ്കിൽ കുഞ്ഞായിരുന്ന എന്നെ അവരറിവില്ലായ്മയുടെ കാലങ്ങളിൽ അവര് സ്നാനപ്പെടുത്തി തലവട്ടപ്പനും തലവട്ടമ്മയും എന്ന് പറഞ്ഞ് വളർത്തുന്ന അവർക്ക് അതിന് അന്ന് കഴിഞ്ഞ തല തൊട്ട് കഴിഞ്ഞ പിന്നെ അവരെ കാണുന്നത് പിന്നെ എത്രയോ ദീർഘവർഷങ്ങൾക്ക് ശേഷമാണ്. ഇങ്ങനെയൊക്കെ അവരെന്നെ പറഞ്ഞ് മനസ്സിലായി. പല വേദഭാഗത്ത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ അന്ന് ദൈവനാമത്തിൽ തീരുമാനമെടുത്തു, എനിക്ക് സ്നാനപ്പെടണം. എന്നെ ഇതുവരെ പാരമ്പര്യത്തിലെ എപ്പിസ്കോപ്പൽ ദൈവസഭകൾ ഇതുവരെ എന്നെ കണ്ണ് മൂടി ഇങ്ങനെ ബൈബിളിലൊക്കെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരുന്നിട്ടും ഇതെല്ലാം മറയപ്പെട്ട് എന്റെ കണ്ണിനെ മൂടിക്കെട്ടി എന്നെ അന്ധകാരത്തിന് കീഴിൽ കൊണ്ടു നടക്കുകയായിരുന്നു. ഈ പുരോഹിതന്മാരെല്ലാം ലോക അണിഞ്ഞ കാപാലികരാണ് എന്നൊക്കെ ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടാൻ തക്കവണ്ണം ഞാൻ അന്ന് എന്റെ കയ്യിൽ ഡ്രസ്സുകളൊന്നുമില്ല. എല്ലാ ഡ്രസ്സുകളും കരിഞ്ഞു പോയി. കുറച്ച് ഡ്രസ്സ് ഉണ്ടെന്ന് പറഞ്ഞ ആർമി യൂണിഫോം ഞങ്ങളുടെ ക്വാർട്ടറിൽ, അതായത് ഫാമിലി ക്വാർട്ടറിൽ വരുന്നതിന് മുമ്പ് എന്റെ പെട്ടിയൊക്കെ ലൈനിൽ തന്നെ ഇരിക്കുമ്പോൾ ആണ്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് നോക്കി, ബോക്സിനകത്ത് നോക്കിയപ്പോ ഒരു ജോഡി ഡ്രസ്സ് കിട്ടി. ഞാൻ കൊണ്ടുവന്നു അത് വേഗം അലക്കി വെളിയിലിട്ട് അപ്പൊ എന്നോട് പ്രിയപ്പെട്ടവൾ ചോദിച്ചു, ഇത് എന്തിനാ? ഞാൻ പറഞ്ഞു, നീ ഒന്ന് ചുമ്മായിരിക്കടി എന്ന് പറഞ്ഞു. അപ്പം രണ്ടുപേരുടെ പിറ്റേ ദിവസം ഞായറാഴ്ച ദിവസം, അപ്പൊ ആദ്യത്തെ ദിവസം പോയി, രണ്ടാം ദിവസം പോയി, മൂന്നാം ദിവസയുടെ കാര്യമാണ്. വെള്ളം ഉറഞ്ഞ് ഐസ് കെട്ടിയാകുന്ന സമയം.
അവിടെ ജനുവരി മാസം ഭയങ്കര തണുപ്പ് കൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. എന്റെ സ്നാനത്തിന് വേണ്ടി ഞാനും കർത്തൃദാസനും കൂടെ, എനിക്ക് ആദ്യം ആലയത്തിൽ വെച്ച് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. സ്നാനപ്പെടാൻ ഞങ്ങൾ സ്നാന ടാങ്കാണ്, ടാങ്കിൽ വെള്ളം നിറച്ചിരിക്കുന്ന അത് കിടക്കുന്ന വെള്ളത്തിനാണെങ്കിൽ ഐസ് കെട്ടി പോലിരിക്കുക. ആ വെള്ളത്തിനകത്ത് ഞാനും കർത്തൃദാസനും കൂടെ ഇറങ്ങി നിൽക്കുമ്പോൾ കാലും കൈയും കിടന്ന് അടിക്കുക അതിനകത്ത് കിടന്നു. അപ്പോഴും ദൈവദാസി, ചണ്ഡീഗഡിൽ നിന്ന് വന്ന ദൈവദാസനെ ആ സഭയുടെ അവിടുത്തെ ദൈവദാസി, അനേക ആത്മാക്കള് ഒക്കെ നിൽക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവളെ പറയാ, കർത്തൃദാസൻ ഇദ്ദേഹത്തെ സ്നാനപ്പെടുത്തിയാൽ കർത്തൃദാസൻ കണക്ക് കൊടുക്കണം. കർത്തൃദാസൻ ഇതിന് കണക്ക് കൊടുക്കണം. കാരണം ഇദ്ദേഹം പട്ടാളക്കാരനാണ്. ഇദ്ദേഹം 3 ദിവസം കൊണ്ട് എന്തോ മാനസാന്തരം ഉണ്ടായതെന്ന് അറിയത്തില്ല എന്നുള്ള ഊഹത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് വന്ന കർത്തൃദാസി പറഞ്ഞു, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവൃത്തിയാകും, മകളെ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞു. കർത്തൃദാസ്, നിന്നെ ഉപയോഗിക്കുന്നെങ്കിൽ 100 ശക്തിയോടെ ദൈവം ഉപയോഗിക്കാൻ ഞാൻ തെരഞ്ഞെടുത്തവർ മാത്രമാവുന്നു എന്ന് പൗലോസിനെ പോലെ സ്നാനപ്പെട്ടു കഴിഞ്ഞ ഉടൻ തന്നെ ഇവൻ അറേബ്യയിലേക്ക് പോകും എന്നൊക്കെ പ്രവചിച്ചു. ആ സ്നാനക്കുളത്തിന്റെ കരയിൽ വെച്ച് തന്നെ എന്റെ ജീവിതത്തിലെ കർത്തൃദാസ് പറഞ്ഞ 100-ൽ 95 അല്ല 97% ദൈവത്തിന്റെ ആലോചനകൾ എന്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കും. എന്റെ ജീവിതത്തിൽ അത് നടന്നെന്ന് പറഞ്ഞാൽ മുൻപന്മാർ മുൻപന്മാരും ആകുന്നതുപോലെ വലിയ അത്ഭുതമാണ് അവിടെ നടന്നത്. സ്നാനപ്പെട്ട് കരയ്ക്ക് കയറി ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ നിന്ന് ദേശത്തെത്തി കഴിഞ്ഞപ്പോൾ സാഹചര്യം മൊത്തം എനിക്ക് പ്രതികൂലമാണ്. ഞാൻ സ്നാനപ്പെട്ടത്, ഞാൻ കത്തോലിക്ക പള്ളിയിൽ പോകാത്തതൊക്കെ ജനമറിഞ്ഞു. ദേശം മൊത്തം വലിയ വിളംബരമായപ്പോൾ ഞാനിങ്ങനെ റോഡിൽ കൂടെ കടന്നു പോകാൻ പറഞ്ഞു, താണ്ട് യേശുവാണ് ഒന്നും പറഞ്ഞ് പരിഹസിക്കാറുണ്ടായിരുന്നു. എന്റെ വീട് ഒരു റോഡ് സൈഡിലായതുകൊണ്ട് എന്നെ കൂടുതൽ പരിഹാസപാത്രമായി സഹോദരിമാരെല്ലാം ജോസഫിനെ പൊട്ടക്കിണറ്റിൽ തള്ളിക്കളഞ്ഞു. ദാണ്ടൊരു ദർശനക്കാരൻ, ദാണ്ടൊരു സ്വപ്നക്കാരൻ, ഇവന്റെ സ്വപ്നം എന്തായി തീരും എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് പോലെ എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. പക്ഷെ ഈ ഒറ്റപ്പെടുത്തലുകളും കടലിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി, കടലിലേക്ക് ഇറങ്ങുമ്പോൾ കരഭാഗത്തോടാണ് തിര കൂടുതൽ അടിക്കുന്നത്. പക്ഷെ കടലിന്റെ ആഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ തിരയില്ല, കടൽ വളരെ ശാന്തം. എന്നതുപോലായിരുന്നു എന്റെ ജീവിതാനുഭവത്തില്, എനിക്ക് ആത്മീയ ജീവിതത്തില് ഉണ്ടായത്. വളരെ ശാന്തമായ കടലിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ, എത്ര ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ കടൽ വളരെ ശാന്തമാണ്. ഇതുപോലെ ഞങ്ങൾ ദേശത്തുനിന്ന് പ്രിയപ്പെട്ടവള് കടന്നു പോവുകയും ഞാൻ മടങ്ങി യൂണിറ്റിൽ വന്ന് ചേരുകയും ചെയ്തു. യൂണിറ്റിൽ വന്ന് ചേർന്നപ്പോൾ ഞാൻ അധികം നാള് നിൽക്കാൻ താല്പര്യപ്പെട്ടില്ല. പിന്നെ എല്ലാ ആഴ്ചയിലും ദൈവദാസന്മാര് വന്ന് എന്റെ തലയ്ക്ക് കൈവച്ചിട്ട് ആലോചന പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് നിന്നെ മരുഭൂമി കൊണ്ടുപോകും, അവിടെ വെച്ച് നിന്നോട് കൃത്യമായി സംസാരിക്കും, അവിടെ വെച്ച് എനിക്ക് നിന്നെ എന്റെ പാത്രമാക്കി എന്റെ കരത്തിണങ്ങുന്ന ആയുധങ്ങളാക്കി തീർക്കാൻ എനിക്ക് പദ്ധതിയുണ്ട്. ഇങ്ങനെയായിരുന്നു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ വാളണ്ടിയർ റിട്ടയർമെന്റിന് ഫോം കൊടുത്തു. ആദ്യത്തെ പ്രാവശ്യം കൊടുത്തു, മടക്കി തന്നു. കാരണം എന്റെ ഓഫീസർ കമാൻഡിങ് ഒരു മലയാളി മേജർ ജെ ജി ജോൺ എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമല്ലായിരുന്നു എന്നെ വിടുന്നത്. അത് കാരണം ഞാൻ ജോലിയിൽ പെർഫെക്റ്റ് ആയിരുന്നു, സ്പോർട്സിൽ പെർഫെക്റ്റ് ആയിരുന്നു. എന്റെ സർവീസിൽ 3/4% സർവീസിൽ ഞാൻ സ്പോർട്സിലായിരുന്നു. ഞാനൊരു സ്പോർട്സ്മാൻ ആയിരുന്നു. സ്പോർട്സ്മാൻഷിപ്പ് സ്പിരിറ്റ് എനിക്ക് വളരെ ആയിരുന്നു, ആർക്കും കീഴ്പ്പെടത്തില്ല. ഏതായിരുന്നാലും ഞാൻ മടങ്ങി വന്നു. ആർമി യൂണിറ്റിൽ നിന്ന് 2ാം പ്രാവശ്യം ഞാൻ വാളണ്ടിയർ റിട്ടയർമെന്റ് എഴുതി കൊടുത്തു. വാളണ്ടിയർ റിട്ടയർമെന്റ് എഴുതി കൊടുത്ത ആ പേപ്പർ മടങ്ങി വന്നു. ഞാൻ 3ാമത്തെ പ്രാവശ്യം ഞാൻ വീണ്ടും ഫോം പൂരിപ്പിച്ചു കൊടുത്തു. ഒരു ദൈവദാസൻ
കഴക്കൂട്ടം ട്രിവാൻഡ്രത്തുള്ള ഒരു കർത്തദാസൻ YS മണി എന്ന് പറഞ്ഞ ഒരു കർത്തദാസൻ അവിടെ കൺവെൻഷൻ വന്നു. കൺവെൻഷനെ ഞാൻ ഗുരുദാസ്പൂരിലെ കൺവെൻഷന് എന്റെ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി അദ്ദേഹത്തെ കൊണ്ട് ഈ പേപ്പർ പ്രാർത്ഥിപ്പിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പേപ്പർ റിട്ടയർമെന്റുമായിട്ട് മടങ്ങി വരും എന്ന് പറഞ്ഞ് എനിക്ക് പ്രാർത്ഥിച്ചു വന്നു. അതുപോലെ തന്നെ ഞാൻ വിശ്വസിച്ചു. അതുപോലെ തന്നെ ആ പേപ്പർ റിട്ടയർമെന്റ് എനിക്ക് ഡേറ്റ് തന്നു. ഞാൻ 2003 ആഗസ്റ്റ് മാസം എനിക്ക് VRC കിട്ടി. ഞാൻ ആർമിയിൽ നിന്ന് പെൻഷൻ ആയത് എന്റെ വീട്ടുകാരോ നാട്ടുകാരോ ആരും അറിഞ്ഞില്ല. ആരും അറിയാതെ ഞാൻ ഇരുന്നു നാട്ടിൽ വന്നപ്പോൾ അധികം താമസിക്കാതെ തന്നെ പ്രിയപ്പെട്ടവൾ നാട്ടിൽ വന്നു. പ്രിയപ്പെട്ടവരുടെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ വലിച്ചു കെട്ടി അങ്ങ് യമന് കൊണ്ടുപോകണം. ഇതായിരുന്നു ആഗ്രഹം. അതുപോലെ തന്നെ 1 മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് കുടുംബ ഭവനമുണ്ട്. എങ്കിലും റോഡ് സൈഡിലോട്ട് മാറി കുറച്ച് സ്ഥലത്തിന് 2 സെന്റ് സ്ഥലത്തിന് വേണ്ടി കർത്തദാസി അനേകം നാളുകൾ കൊണ്ട് പ്രാർത്ഥിച്ചു. ദൈവം റോഡ് സൈഡില്, വലിയ റോഡിന്റെ സൈഡിൽ തന്നെ ദൈവം 15 സെന്റ് സ്ഥലം തന്നു. അതിൽ ഞാൻ പെൻഷനായി 1 മാസം നാട്ടിൽ നിന്നപ്പോ തന്നെ മതിൽ പണി പൂർത്തീകരിച്ചു, ഗേറ്റ് ഇട്ടു, അവിടെ ഭവനത്തിന് അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞപ്പോൾ കർത്തദാസി വിസയും കാര്യങ്ങളെല്ലാം ശരിയാക്കിച്ച് പൗലോസ്, ഈ ചണ്ഡീഗഡിൽ നിന്ന് വന്ന കർത്തദാസി പറഞ്ഞതുപോലെ പൗലോസ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അറേബ്യയിലേക്ക് കടന്നുപോയെന്ന് പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ദൈവം എന്നെ അറേബ്യയിലേക്ക്, യമൻ കൺട്രി എന്ന് പറഞ്ഞ യമൻ കൺട്രിയിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ കാലാവസ്ഥ 12 മാസവും AC ക്ലൈമറ്റാ. ഞങ്ങൾ നിൽക്കുന്ന സനാ പട്ടണത്തിൽ, ഞാനായി ചെന്ന് ചേർന്ന സനാ പട്ടണത്തിൽ വളരെ നല്ല രാജ്യം എന്ന് വേണേ പറയാം. അത്ര പ്രകൃതി കൊണ്ടും, കാരണം യമനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് ശെബയരുടെ നാടാണ്. ശെബരാജ്ഞി അവിടെയാണ് ഭരിച്ചിരുന്നത്. ശെബരാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്ന് 100 മീറ്ററിനകത്താണ് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്. 100 മീറ്റർ എന്ന് പറഞ്ഞാൽ ദിവസവും ശെബരാജ്ഞിയുടെ കൊട്ടാരം കാണത്തക്ക ആർട്ട് ഗാലറി, മറ്റു കാര്യങ്ങളെല്ലാം ബൈബിളിൽ കാണുന്നത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ പല കാര്യങ്ങളും കാണുവാൻ, അവിടെ പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരം നൽകി. അപ്പം ഞാൻ അവിടെ യമനിൽ ചെല്ലുമ്പോൾ അവരുടെ സഭയിലെ വിശുദ്ധ ആരാധനയ്ക്കായി കടന്നു പോകാറുണ്ട്. പക്ഷെ കടന്നുപോയി എന്ന് ഞാൻ ഇതിനോടകം പട്ടാൻകോട് നിന്ന് പുറപ്പെടുമ്പോൾ ഞാൻ അഭിഷേകം പ്രാപിക്കാനുള്ള കാരണം, ഒരു ദിവസം ഒരു മലയാളി ഫാമിലിയുടെ ആനിസിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിൽ വെച്ചൊരു ഉപവാസ പ്രാർത്ഥനയിൽ പഴയ IPCയുടെ ജനറൽ പ്രസിഡന്റ് ജേക്കബ് ജോൺ പാസ്റ്റർ ആണ് ഞങ്ങളുടെ വലിയ പാസ്റ്റർ. പഴയ IPCയുടെ ജനറൽ പ്രസിഡന്റ് ജേക്കബ് ജോൺ പാസ്റ്റർ ആണ് അവിടുത്തെ പട്ടാൻകോട് വലിയ പാസ്റ്റർ. അദ്ദേഹം അന്ന് അവിടെ ആ മീറ്റിങ്ങിന് വന്നിട്ട് ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞുള്ള പാട്ട് പാടി ആരാധിപ്പിച്ചപ്പോൾ അതിനകത്തിൽ പാടിയ 1-2 വരികൾ ഹഠാതായി എന്റെ ആകർഷിച്ച ഹൃദയത്തിൽ എനിക്ക് കുത്തേറ്റതുപോലെ, കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി ഞാൻ, കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ എന്ന് പറഞ്ഞ ചില വരികൾ പാടി ശക്തമായിട്ട് എന്നോട് കൂടെ സ്ഥാനപ്പെട്ട അനേക 3-4 മലയാളികൾ ഉണ്ടായിരുന്നു. അവര് ചമ്പായി തലോജി എന്ന സ്ഥലത്ത് നിന്ന് അവരും അന്ന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നു. ഞാനപ്പോൾ ആർമിയിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുകയാണെന്ന് അറിയാമോ? ഞാൻ വന്ന് ഔട്ട് പാസ് എടുത്ത് വന്നിരിക്കുക ഉപവാസ പ്രാർത്ഥന. എന്റെ ഹൃദയത്തിൽ ഭയങ്കര വാഞ്ചയായി എനിക്ക് അഭിഷേകം പ്രാപിക്കണം, എല്ലാവരും പ്രാപിക്കുന്നത് പോലെ അന്യഭാഷ എനിക്ക് പ്രാപിക്കണമെന്ന് വലിയ ആഗ്രഹത്തോടെ ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന ഔട്ട് പാസ് എടുത്ത് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ ഞാൻ ഔട്ട് പാസ് എടുത്ത് വന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ വളരെ തീവ്ര ദുഃഖത്തോടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കൂടെ ഇരുന്നവരെ, ഞാൻ അതിനു മുമ്പ് വന്നിരുന്ന സഹോദരിമാരുടെ ഒക്കെ ചെയ്ത് അന്യഭാഷ പ്രാപിക്കാൻ പറ്റിയ കുറുക്കു വഴികളുണ്ടോ, നിങ്ങളൊക്കെ പ്രാപിച്ചതിന് എന്തെങ്കിലും കുറുക്കു വഴികളുണ്ടോ? അപ്പൊ എന്നോട് ചില കാര്യങ്ങൾ, സാക്ഷ്യങ്ങളൊക്കെ അവർ പറഞ്ഞു. ഹൃദയം ശുദ്ധീകരണത്തോട്, ഹൃദയത്തോടെ, നിലവിളിയോടെ എന്നൊക്കെ പറഞ്ഞു അവര് പല കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതെല്ലാം എന്റെ ഹൃദയത്തിൽ ഞാൻ വെച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ
ജേക്കബ് ജോൺ പാസ്റ്റർ എന്റെ തലയിൽ വന്ന് കൈവച്ച് ഞാൻ ആൾ മാറിയവനെ പോലെ ശക്തമായ അന്യഭാഷയിൽ ദൈവം എന്നെ നിറഞ്ഞു. എനിക്ക് അറിയാൻ വയ്യാത്ത ഒരു ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു ആത്മീക സന്തോഷമായിരുന്നു അവിടെ വെച്ച് എനിക്ക് ഉണ്ടായത്. അപ്പം അത് അന്യഭാഷയെല്ലാം പ്രാപിച്ചു, ഞാൻ ആത്മീകമായി വളർത്തപ്പെട്ടു. ഇങ്ങനെയുള്ള യമനിൽ ചെന്ന് പറ്റിയത്. യമനിൽ അവിടെ ഒരു IPC സഭയിൽ കടന്നുപോയി എല്ലാ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ പുറത്തുനിന്ന് നടന്ന വീട്ടിലോട്ട് പോകുന്നത്. ഞാൻ താമസിക്കുന്നത് യമൻ ഗേറ്റിലെ സന എന്ന് പറയുന്ന പട്ടണത്തിൽ. ആരാധനയ്ക്ക് കടന്നു പോകുന്ന ശാലം ദൂരമുള്ള സ്ഥലത്ത്, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാനും കർത്തൃദാസിയും കുഞ്ഞുങ്ങളും അവിടെ വന്നു ചേർന്നു. കുഞ്ഞുങ്ങളുമായിട്ട് ഞാനും കർത്തൃദാസിയുടെ മുഴുവൻ പ്രസനം ദിവസവും എന്ന് ആരാധനയ്ക്ക് പോയ അന്ന് പ്രസനം. കാരണം ഈ ദൈവദാസൻ പ്രസംഗിക്കുന്നതൊന്നും എനിക്ക് ഇഷ്ടപ്പെടും. കാരണം എന്നും ഇദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്യുന്നു, ദൂത് പറയുകയും ചെയ്യും. ദൂത് പറയുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്ന സഹോദരിമാരെല്ലാം കരമടിച്ച് ആരാധിക്കുന്നു. അനർത്ഥം വരുന്ന പറയുമ്പോൾ ഇവര് കരമടിച്ച് ആരാധിക്കും. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ആരുടെ പേര് പറയുന്നില്ല. എങ്കിലും ദിവസം പ്രതി എല്ലാ ആരാധനയും ഇതായിരുന്നത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് താല്പര്യം കുറഞ്ഞു പോകും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു കൺവെൻഷൻ വന്ന് പാസ്റ്റർ നോബിൾ പി തോമസ് അവിടെ കടന്നു വന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് എന്നോട് ഈ അവിടുത്തെ കർത്തദാസൻ പറയും, ബ്രദറിന്റെ നാട്ടിൽ നിന്നാൽ പോലീസ് ജോലി കിട്ടും, ഫയർഫോഴ്സിൽ ജോലി കിട്ടും. ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്നെ അവിടെ നിന്ന് ഏതെങ്കിലും വിധത്തിൽ പറിച്ചു കളയാനുള്ള പുള്ളിയുടെ ഹൃദയത്തിലെ വാഞ്ച ഉണ്ടായപ്പോൾ എന്റെ ഹൃദയത്തിൽ വാശിയായി. ഇദ്ദേഹം പ്രസംഗിക്കാൻ മേൽത്തരമായ വിധത്തിൽ എനിക്ക് പ്രസംഗിക്കണം എന്ന് പറഞ്ഞ ഹൃദയത്തിൽ വാശിയായി. ഞാൻ രാപകൽ കുത്തിയിരുന്നു അങ്ങോട്ട് ബൈബിള് വായിക്കാൻ തുടങ്ങി. ബൈബിള് വായിക്കുമ്പോൾ കർത്തദാസി ഓപ്പറേഷൻ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിലാണ് കർത്തദാസി ജോലി ചെയ്യുന്നത്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിൽ 16 വർഷം അതിൽ തന്നെ കർത്തദാസി ജോലി ചെയ്തു. അപ്പോൾ രാവിലെ പോയി കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ എംബസി സ്കൂളിലാണ് കുഞ്ഞുങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത്. അവർ രണ്ടുപേരും ഇന്ത്യൻ എംബസി സ്കൂളിലായത് കാരണം എനിക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. ഞാൻ ഹാളിലോട്ട് കയറി നന്നായിട്ടിരുന്ന് മുഴങ്കാലിരുന്ന് ശക്തിയോടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ശക്തമേറിയ ദൈവം വെളിപ്പാടും ഒക്കെ തരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പല പ്രാവശ്യം അവിടെ ഈ ആരാധനയ്ക്ക് കടമ്പോഴും ആ കർത്തദാസനെ കുറിച്ച് ദൈവം എന്നെ വെളിപ്പെടുത്താൻ തുടങ്ങി. ഞാൻ രഹസ്യമായി വെച്ചു, ആരോടും ഒന്നും പറയാതെ രഹസ്യമായി വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മറ്റ് 1-2 മീറ്റിങ്ങിൽ പോകുന്ന ഞാൻ അപ്പം ആത്മീകമായി ശക്തമേറി അങ്ങോട്ട് വളരാൻ തുടങ്ങിയപ്പോൾ ആ ചർച്ചിൽ ഞങ്ങൾ പോകാൻ തുടങ്ങിയപ്പോൾ എന്റെ ഹൃദയത്തെ ഒരു ആഗ്രഹത്തിൽ എനിക്ക് 5 മിനിറ്റെങ്കിലും ഒരു സാക്ഷ്യം പറയാനോ പ്രസംഗിക്കാനോ അവസരം കിട്ടിയെങ്കിൽ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ എത്ര നാൾ അവിടെ 1.5 വർഷത്തിലധികം വരുന്നത് എനിക്ക് ഒരു പ്രാവശ്യം പോലും എനിക്കൊരു സാക്ഷ്യം പറയാനോ 5 മിനിറ്റ് എനിക്ക് തരുകയോ ചെയ്തില്ല. അങ്ങനെ ഇരുന്ന് എന്റെ ഹൃദയത്തിൽ ആഗ്രഹം വന്നു, എനിക്കിനിയും ദൈവവചനം പഠിക്കണം, എനിക്ക് ഇദ്ദേഹം പ്രസംഗിക്കുന്ന ശ്രേഷ്ഠമാറി എനിക്ക് എന്റെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം പറഞ്ഞ് ഞാൻ ഉപവാസത്തിലും പ്രാർത്ഥനയിലും കയറാൻ തുടങ്ങി. അവിടെ ഒരു കൂടിവരവ്, പ്രഭാതത്തിലെ സമയത്ത് അവിടെ ഒരു കൂടിവരവ്, വൈകുന്നേരത്ത് ഞങ്ങൾ പോകുന്ന ചർച്ചിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. 1 വർഷമായപ്പോൾ ദേശത്തുനിന്ന് ഒരു ദൈവദാസനെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്നപ്പോൾ ആ ദൈവദാസ ഞങ്ങളുടെ ഈ കുടിവരവിൽ ഉണ്ടായിരുന്ന പ്രഭാതത്തിൽ കുടിവരവിൽ ഉണ്ടായിരുന്ന അനേക വിശ്വാസികൾ ഉണ്ടായിരുന്നു, സഹോദരന്മാരുണ്ടായിരുന്നു, പ്രായം ചെന്ന ഉള്ള പ്രിയപ്പെട്ടവരുണ്ടായിരുന്നു. അവരൊക്കെ ഈ ദൈവദാസനോട് പറഞ്ഞു, നമ്മളെ നയിക്കാൻ ഒരു ആളെ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന്. എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നിട്ട് രാത്രി ദൈവദാസൻ ഒന്ന് ഒരാളെ നമുക്ക് തെരഞ്ഞെടുക്കണം. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എന്റെ പേരാണ് പറഞ്ഞത്. എന്റെ പേര് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം കൂട്ടത്തിൽ ഇരുന്നവർക്ക് ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ചർച്ചയിൽ അറിയുകയും എനിക്ക് മഞ്ഞപ്പിത്തം പിടിക്കുകയും ചെയ്തു. എനിക്കും മകനും തീരാത്തവണ്ണം ഭേദമാകാത്തവണ്ണം 1.5 വർഷത്തിലധികം 2 വർഷത്തോട് മഞ്ഞപ്പിത്തം കയറി പിടിച്ചു. കഴിക്കാവുന്ന മരുന്നുകളെല്ലാം ഞങ്ങൾ കഴിച്ചു നോക്കി.
ഉപ്പില്ലാതെ കഴിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. ഞങ്ങളുടെ നാവിൽ നിന്നുള്ള ടേസ്റ്റുകൾ പോയി. ഇങ്ങനെ ആയപ്പോൾ മഞ്ഞപ്പിത്തം കൂടി എനിക്ക് ബ്ലഡ് പോകാൻ തുടങ്ങി. അപ്പോൾ ഈ കാര്യം ദേശത്ത് ഒരു ദൈവദാസനെ വിളിച്ച് പറഞ്ഞു. ദൈവദാസൻ പറഞ്ഞു ഇങ്ങോട്ട് കയറ്റി വിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് കയറ്റി വിടാൻ പറഞ്ഞു. ഞാൻ കർത്തദാസിയോട് ചോദിച്ചു, ഞാനിപ്പോ കയറി പോയാൽ ഒന്നാമത്തെ കാര്യം ഞാൻ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം ആരെങ്കിലും ചോദിച്ചാൽ ഒന്ന് രണ്ട് ഹൈന്ദവ കുടുംബങ്ങൾക്ക് മാത്രമേ അറിയൂ ഞാൻ പട്ടാളത്തിൽ നിന്ന് ഇറങ്ങി യമനിലാണ് എന്നറിയാവുന്നത്. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്തു പറയും, എനിക്ക് എങ്ങനെ ഞാൻ എന്ത് ജോലിയാ ചെയ്യുന്നതെന്ന് പറയും എന്ന് പറഞ്ഞപ്പം കർത്തദാസ് പറഞ്ഞു, ഒരു വലിയ ജോലി എനിക്ക് ദൈവം അവിടെ ഒരുക്കിയിട്ടുണ്ട്, അതാണ് ഞാൻ ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ ഏതായാലും നാട്ടിൽ വന്നു കോട്ടയം പുളിക്കക്കവല വാഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കർത്തദാസന്റെ അടുക്കൽ എന്നോട് പറഞ്ഞു അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോ കർത്തദാസൻ എന്നെ അങ്ങോട്ട് ഒരു ഹോട്ടലിൽ ചെന്നു. എനിക്ക് വയറ് നിറച്ച് 2-3 ചിക്കൻ ബിരിയാണി അന്ന് വാങ്ങിച്ചു തന്നു. എന്നോട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, പുള്ളിക്കാരൻ ദൈവദാസൻ അത് വാങ്ങിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് തന്നിട്ട് എന്നോട് പറഞ്ഞു കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ ആദ്യം ഒരു ചിക്കൻ ബിരിയാണി കഴിച്ചു. എന്ന് പറഞ്ഞാൽ 1-2 വർഷത്തിന് ശേഷം ടേസ്റ്റുള്ള ഭക്ഷണം കഴിച്ചു. ആർത്തിയോടെ ഞാൻ അതും കഴിച്ചു കഴിഞ്ഞ് വന്ന് ഞങ്ങൾ 3 ദിവസം ഉപവാസത്തിനടിയായി ഉപവാസം തുടങ്ങി. ഉപവാസത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ അറിയപ്പെട്ട ഫേമസ് ആയ കർത്തദാസന്മാരൊക്കെ എന്റെ തലേ വന്ന് കൈവച്ചിട്ട്, ഞാൻ നിന്നെ അനാക്യ മല്ലന്മാരോട് യുദ്ധം ചെയ്യാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്നോട് ദൈവാലോചന പറയാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം പ്രാരംഭ ആരാധനയെ ശക്തമായിട്ട് അനേക കൺവെൻഷൻ പ്രാസംഗികരാണ്. കാരണം ഞാൻ ചെന്നപ്പെട്ട സ്ഥലം ഒരു കൺവെൻഷൻ പ്രാസംഗികന് എന്റെ ഭവനത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സാം കുരുവള, ചെമ്പകശ്ശേരിയിൽ പുളിക്കക്കവല എന്നാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിലായിരുന്നു. അദ്ദേഹം എന്നോട് ഈ ആരാധന മധ്യ ചെവി എന്ന് പറഞ്ഞു, ബ്രദർ ചെന്ന് മാവേലിക്കര എന്ന് കടന്നു വന്ന ഒരു മാവേലിക്കര പഴയ മുനിസിപ്പൽ ചെയർമാൻ റോണിച്ചായന് വേണ്ടി തലേ കൈവച്ച് പ്രാർത്ഥിക്കാം. അദ്ദേഹം അന്ന് മാവേലിക്കര എന്ന് കോട്ടയത്ത് വന്നിരിക്കുക. ഈ കർത്തദാസന്റെ അടുത്ത് എന്നോട് പറഞ്ഞു, ഈ റോണിച്ചായന് വേണ്ടി ബ്രദർ ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെന്ന് ആ റോണിച്ചായന്റെ തലയിലോട്ട് കൈവെക്കുകയും ഈ റോണിച്ചാൻ അടിച്ച് തെറിച്ച് ഒരു 3-4 മീറ്റർ ദൂരെ പോയി അങ്ങ് വീണു. റോണിച്ചാൻ എണ്ണിച്ചിട്ട് ഒരു സാക്ഷ്യം പറഞ്ഞു, ഈ ദൈവദാസം വന്ന് എന്റെ തലയിലോട്ട് കൈവച്ച് എന്റെ ശരീരത്തിനകത്തുനിന്ന് ഏതാണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വിധി എഴുതിയിരുന്ന റോണിച്ചായൻ അവിടെ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, എനിക്കിനി രോഗമില്ല, എന്റെ രോഗം ദൈവം സൗഖ്യമാക്കി. അതായിരുന്നു എന്റെ പ്രാരംഭ സമയത്തെ ശുശ്രൂഷയിൽ ദൈവം ചെയ്ത അത്ഭുതം. അവിടെ തൊട്ട് ആ ഉപവാസ പ്രാർത്ഥന 3 ദിവസവും ഭയങ്കര അനുഗ്രഹമായി ഞാൻ ദേശത്ത് വന്നു. അന്നത്തെ IPCയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് KM ജോൺ പാസ്റ്റർ എന്റെ ആഗ്രഹത്തില് ഞാൻ ഈ ദേശത്ത് ഒരു IPC സഭയുടെ സ്ഥാപനം കുറിച്ചു. ഇവിടെ KM ജോൺ പാസ്റ്റർ വന്നു. അദ്ദേഹം എന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, സ്നാനപ്പെടുത്തുകയും കർത്തൃമേശ നടത്തുകയും ചെയ്യാം, പക്ഷെ അടക്ക ശുശ്രൂഷയും കല്യാണ ശുശ്രൂഷയും നടത്തരുത് എന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് സഭയ്ക്കകത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള ശുശ്രൂഷ അഭിഷേക പകർച്ചയുടെ ശുശ്രൂഷയായിരുന്നു. ശക്തമേറിയ പ്രവചനവും അഭിഷേക പ്രവർത്തയുടെ ശുശ്രൂഷയും. അവിടെ അപ്പോഴത്തേക്കും ഞങ്ങൾ പ്രഭാതത്തിൽ കൂടി വന്ന ആ സഭയിൽ നിന്ന് പുറത്തുനിന്ന് ആത്മാക്കള് അഭിഷേകം പ്രാപിക്കാൻ കടന്നു വരികയും ശക്തമേറിയ അഭിഷേക പകർച്ച തൊടുന്നവരെല്ലാം അഭിഷേകം പ്രാപിക്കുകയും. ഇങ്ങനൊരു അവസരത്തിൽ എനിക്കൊരു ഒരു ദർശനം തന്നു. ആ ദർശനം ഞാൻ വലിയൊരു തെങ്ങിന്റെ മണ്ടക്കോളം വെള്ളം പൊങ്ങിക്കിടക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് സ്നാനപ്പെടുത്തുക.
അനേക കൊച്ചു പിള്ളേർ വരെ ഈ തെങ്ങെ കൂടെ ഓടി കയറി വരും, സ്നാനപ്പെടും, ആ തെങ്ങന്ന് ഫലം പറിക്കും, താഴോട്ട് ഓടി ഇറങ്ങി വരും. ഇങ്ങനെ ഞാൻ സ്നാനം വളരെ ദീർഘമായി അനേകരെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയൊരു കൊടുങ്കാറ്റിങ്ങോട്ട് വന്നു. കൊടുങ്കാറ്റിങ്ങോട്ട് വന്നിട്ട് ആ തെങ്ങ് വില്ല് പോലെ താഴോട്ട് വന്നങ്ങ് അടിച്ചു. ഞാൻ അതിലിങ്ങനെ അള്ളി പിടിച്ചിരിക്കുക. പക്ഷെ അതിന്റെ വെള്ളക്ക വരെ ചിതറിപ്പോയി, എനിക്കൊന്നും പറ്റി. അപ്പൊ ഞാനിത് ആരോടും പറഞ്ഞില്ല, ഈ ദർശനം ആരോടും പറഞ്ഞില്ല. പക്ഷെങ്കിൽ കുറച്ചു നാള് കഴിഞ്ഞപ്പോ അവിടെ അഭിഷേക പകർച്ച പതുക്കെ അങ്ങോട്ട് ചോരാൻ തുടങ്ങി. അഭിഷേക പകർച്ച അങ്ങോട്ട് ചോരാൻ തുടങ്ങി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ തെങ്ങിന്റെ മണ്ടക്കിരുന്ന് സ്നാനപ്പെടുത്തി എന്റെ ആത്മിക ശുശ്രൂഷക്കെതിരെ ശക്തമായ കൊടുങ്കാറ്റ് പോലെ വന്ന് അടിച്ചത് എന്റെ ആത്മിക ശുശ്രൂഷക്കെ തകർത്ത് കളയാൻ ശത്രുവിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലായി. ഓരോ വർഷവും 3/21 1/40 എല്ലാ ആഴ്ചയിലും 3 ദിവസത്തെ ഉപവാസത്തിന് അങ്ങോട്ട് കയറാൻ തുടങ്ങി. പിന്നെ എന്നെ അവിടെ വിളിച്ചൊരു ഉപവാസത്തെ പഠിപ്പിക്കുക. എന്റെ അടുക്കൽ കടന്നു വരുന്നവരെ എല്ലാ ഉപവാസം എന്താണ് എന്ന് പഠിപ്പിക്കുക. ഉപവാസം എന്താണെന്ന് പഠിപ്പിക്കുക. പിന്നെ സങ്കീർത്തനം പ്രബോധിപ്പിക്കുമ്പോൾ എന്നെ അവിടെ വിളിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളുടെ അപ്പോസ്തലൻ എന്ന് പറഞ്ഞാൽ സങ്കീർത്തനം എടുത്താൽ സങ്കീർത്തനത്തിൽ കൂടെ തന്നെ ശുശ്രൂഷ തീർക്കുക. ഈ സങ്കീർത്തനം നന്നായിട്ട് ഗ്രഹിച്ചാൽ സങ്കീർത്തനത്തിനകത്തുകൊണ്ട് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും 150 സങ്കീർത്തനം എടുത്താൽ 150 സങ്കീർത്തനത്തിനകത്ത് നിന്ന് പ്രസംഗിക്കാൻ ഈ ഒത്തിരി വേദഭാഗങ്ങൾ എല്ലാം പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും യേശുക്രിസ്തുവും ശിഷ്യന്മാരും എടുത്ത് പ്രസംഗിച്ച അനേക വേദഭാഗങ്ങൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ആയപ്പോൾ അവിടെ സഭ അങ്ങോട്ട് വളർന്നു. ഇങ്ങനെ ഇരുന്നപ്പോൾ അവിടെ ആദ്യത്തെ യുദ്ധം വന്നു. ഈ യുദ്ധം വരുന്നതിന് മുമ്പ് എന്നെ ദൈവം ദർശനത്തിൽ കാണിച്ചു, ഇവിടെ വലിയ യുദ്ധം ഉണ്ടാകുന്നു. ഞാൻ പട്ടാളക്കാരുടെ കാലെ വീണ് കിടന്ന് കരയുന്ന ഒരു അനുഭവം എന്നെ കാണിച്ചു. ഈ സംഭവിച്ചതുപോലെ ഞാൻ ദൈവസഭയിൽ പ്രബോധിപ്പിച്ചു, ഇതുപോലെ ഇവിടെ യുദ്ധം ഉണ്ടാകുന്നു, ഇങ്ങനെ ഒരു സംഭവം ദൈവം എന്നെ കാണിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കും. പറഞ്ഞതുപോലെ തന്നെ യുദ്ധം വരികയും ആ ദേശത്തുനിന്ന് അവിടുത്തെ യമനി സഹോദരന്മാരെല്ലാം അവിടെ വിട്ട് ഓടിപ്പോവുകയും ചെയ്തു. ആദ്യത്തെ സമയത്ത് യുദ്ധത്തിന് കുഞ്ഞുങ്ങളെ ദേശത്ത് കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ മടങ്ങിപ്പോയിട്ട് അവിടെ നിൽക്കുമ്പോൾ ശക്തമായ പ്രതികൂലത്തിന്റെ നടുവിലാണ് ദൈവം എന്നെ ഈ വളർത്തിയെന്ന് പറഞ്ഞാൽ പിന്നെ ശക്തമേറിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എല്ലാവിധ ബന്ധനങ്ങളെ വഴിച്ചെടുത്തു, എല്ലാവിധ കെട്ടുകളെ ദൈവം എന്നോട് ശക്തമായി പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും കവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിന്നെ കീഴ്പ്പെടുത്തുകയില്ല എന്ന് പറയുകയും പറഞ്ഞു. നീ ഭൂമിയിൽ കെട്ടപ്പെടുന്നതൊക്കെ ഈ സ്വർഗത്തിൽ കെട്ടപ്പെടുകയും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ ഈ സ്വർഗത്തിൽ എഴുതിയിരിക്കുകയും ചെയ്യും. അങ്ങനെ അങ്ങോട്ട് ദൈവത്തിനെ ശക്തമായി വളർത്താൻ തുടങ്ങിയപ്പോൾ ആ ദേശത്ത് ഉണ്ടായിരുന്ന പാസ്റ്റർമാർ ഒക്കെ ഭൂരിഭാഗം പേർ എന്നോട് കയ്പായി തുടങ്ങിയപ്പം ദൈവം സഭയെ വളർത്താൻ തുടങ്ങി. സഭയിൽ ആത്മാക്കൾ കൂടാൻ തുടങ്ങിയപ്പോൾ ഇവരെല്ലാവരും എനിക്ക് ശക്തമായിട്ടെതിരായി. അടുത്ത പ്രാവശ്യം വീണ്ടും യുദ്ധം വന്നു. 7 രാജ്യങ്ങൾ കൂടി യമനെ അടിച്ച് 7 ദിവസം കൊണ്ട് അടിച്ച് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ യുദ്ധം തീർന്നിട്ടില്ല. യുദ്ധം വന്നപ്പം ഈ പറഞ്ഞ കള്ളയപ്പസ്തലന്മാർ, കപടവേലക്കാർ എല്ലാം അവിടെ നിന്ന് വിട്ടുപോയി. എന്നെ 5 വർഷം ദൈവം അവിടെ നിർത്തി. ഈ 5 വർഷത്തിനിടയ്ക്ക് അനേക അറബി സഹോദരങ്ങളെ അവിടെ സ്നാനപ്പെടുത്താൻ, ബാത്റൂമിന്റെ ഡബിനകത്തിട്ട് സ്നാനപ്പെടുത്താൻ സ്വർഗത്തിന്റെ ദൈവം എന്നോട് കൃപ കാണിച്ചു. ബാത്റൂമിലെ ഡബിനകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്തിൽ അങ്ങോട്ട് പതുക്കെ ഇരുത്തിയിട്ട് അങ്ങോട്ട് ചരിച്ച് കിടത്തി സ്നാനപ്പെടുത്തി അനുഭവങ്ങൾ ഇന്നും അവരിൽ പലരും ഈ ദേശത്തോട്ട് വന്നു ചേരാൻ, അവർ കട്ടർ പെന്തക്കോസ്തുകാരാണ്. അങ്ങനെ പെന്തക്കോസ് അനുഭവത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ അവിടെ എന്റെ സഭയിൽ വരുന്ന മുനീർ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ സ്വന്തമായി പ്രസ്സും, അദ്ദേഹം ഈജിപ്ത് ദേശത്ത് പോയി രഹസ്യമായി സ്നാനപ്പെട്ട മനുഷ്യരാണ്. അവർ സ്വന്തമായിട്ട് ബൈബിൾ അച്ചടിക്കുന്ന പ്രസ്സും, ഞങ്ങൾക്ക് ഒരുപാട് അറബി ബൈബിൾ ദാനം ചെയ്യുകയും ഞങ്ങൾ അറബി ബൈബിൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തെ യുദ്ധ സമയത്ത് പോലീസുകാർ പിടിച്ചുകൊണ്ട് ജയിലിലാക്കി. എന്നോട് അവിടുന്ന് മെസ്സേജ് ഒരാളുടെ മുഖാന്തരം പറഞ്ഞു വെച്ചു, ഫോണിനകത്ത് കിടക്കുന്ന എന്റെ നമ്പറുകളെല്ലാം ഡിലീറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും പോലീസുകാർ സെർച്ച് ചെയ്താൽ പാസ് പിടിച്ചകത്ത് കൊണ്ടുപോകും. ഞാൻ ആ ഫോണ് രഹസ്യമായിട്ട് അങ്ങ് ഉപേക്ഷിച്ചു.
ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ സഭ വളരെ പ്രതികൂലത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി ദേശത്തുള്ള ഇന്ത്യക്കാരും അമേരിക്കക്കാരും എല്ലാ രാഷ്ട്രക്കാരും അവിടെ വിട്ടുപോയി. ആദ്യത്തെ ഫസ്റ്റ് ഇവാക്വേഷൻ ഫ്ലൈറ്റിൽ നമ്മുടെ പാസ്റ്റർമാരും പാരമ്പര്യ എപ്പിസ്കോപ്പിലെ പുരോഹിതന്മാരും എല്ലാവരും ദേശം വിട്ടു. 95% ഇന്ത്യക്കാരും ദേശം വിട്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് നിലവിളിച്ചു. ബോംബ് വീഴാൻ തുടങ്ങി, മിസൈലുകൾ പോകാൻ തുടങ്ങി. ഞാൻ അബ്രഹാം കിടന്ന് നിലവിളിച്ചതുപോലെ ഞാൻ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവ് 5 കിലോമീറ്ററിനകത്ത് ബോംബ് വീഴാൻ പാടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞ് 100 മീറ്ററിനകം വരെ ഞാൻ പ്രാർത്ഥിച്ചു. ദീർഘനാളുകൾക്ക് 100 മീറ്ററിനകം വരെ ദേശത്ത് കരണ്ടില്ല, വെള്ളമില്ല, മറ്റ് എല്ലാ സാഹചര്യങ്ങളും ഇങ്ങനെ അടഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ആകാശത്തിന്റെ കിളിവാതിലെ തുറന്ന പോലെ അമേരിക്കയുടെ ഫോളിക് ആസിഡ് ചേർന്ന ഗോതമ്പ് പൊടി ഞങ്ങൾ താമസിക്കുന്ന ഭവനത്തിൽ അവിടുത്തെ ദേശക്കാരും ഞങ്ങൾക്ക് കൊണ്ട് തരും. ഗോതമ്പ് പൊടി, ഫോളിക് ആസിഡ് ചേർന്ന അമേരിക്കയുടെ ഗോതമ്പ് പൊടിയും മറ്റു ഡാല് അങ്ങനെയുള്ള സാധനങ്ങൾ വെൻസാറ ഇതൊക്കെ കൊണ്ട് തരും. കൊട്ടി വിളിച്ചിട്ട് അവർ കൊണ്ട് തരും. ഏലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പം ഭക്ഷിപ്പിച്ചു എന്നതുപോലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വലിയ ഉറവകളെ ദൈവം തുറന്നു. അപ്പോൾ കർത്തൃദാസിക്ക് ശമ്പളം ഇല്ലാതായി. ശമ്പളമില്ലാതെ കർത്തൃദാസി ശക്തിയോടെ പ്രാർത്ഥിച്ചു, കർത്താവ് ഈ ഹാളിന് ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിന് വാടക കൊടുക്കണം, എനിക്ക് വേണ്ടി ദൈവം വഴി തുറന്നു. ദൈവം ശക്തമായിട്ട് അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വഴി തുറന്നു. അപ്പം എല്ലാ കഴിഞ്ഞ നാളുകളെക്കാളും ഉപരിയായി ദൈവം അവിടെ എല്ലാ മാസം 15-ന് മുമ്പ് വാടകയ്ക്കുള്ള ധനം ദൈവം ഞങ്ങളുടെ കയ്യിൽ ദൈവം കൊണ്ടു തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ യുദ്ധം മൂർച്ഛിച്ചു. ദൈവത്തോട് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി. എന്നും അവിടുത്തെ ഞങ്ങളുടെ പരിസരത്തുള്ള യമനി സഹോദരന്മാർ വന്ന് ഞങ്ങളോട് ചോദിക്കും, യേസ് മാഫിഷ് കലം അലിയോ മാഫിഷ് സല്ലി എന്നൊക്കെ ഞങ്ങളോട് അറബി ചോദിക്കും. അപ്പൊ ഇന്നെന്താണ് നിങ്ങൾക്ക് പ്രാർത്ഥന ഇല്ലയോ? അവരെല്ലാം പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി താഴെ വന്ന് നമ്മുടെ കൈയടിച്ചുള്ള പ്രാർത്ഥന കേൾക്കാൻ, പാട്ട് കേൾക്കാൻ ഒക്കെ താഴെ വന്ന് ഇരിക്കും. ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് അവർ വൈഫൈ കൊണ്ടുവച്ചിരിക്കുന്നു. വൈഫൈയുടെ കണക്ഷൻ പിടിക്കാൻ വേണ്ടി ഇവരെല്ലാം വന്നിരിക്കും. അവരെല്ലാം ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ്. യമനി സഹോദരന്മാർ ഒരുപാട് നിഷ്കളങ്കരായ സഹോദരന്മാർ. അവരും വിശ്വസിക്കും താനിമറ മെന്നിജി, ഈസാ നബി. അപ്പം ഇനിയും വീണ്ടും വരുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ അവരും കാത്തിരിക്കുന്നു. യേശു ക്രിസ്തു ഞങ്ങളുടെ ദൈവമാണെന്ന് അവർ പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു നിങ്ങളുടെ ദൈവമല്ല, നിങ്ങളുടെ ദൈവം മുഹമ്മദും അഹമ്മദും ഒക്കെയാണ് എന്ന് പറയുമ്പോ പറയില്ല, താനിമറ ഈസാ നബി. അപ്പം ഈ ഈസാ നബി യേശു ക്രിസ്തുവാണ് രണ്ടാമത് വരുന്നത്. അവർ യേശു ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്ന അനുഭവങ്ങൾ അവർ ഞങ്ങളോട് പങ്കുവെക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കൊണ്ട് അസാധ്യമായ വീര്യപ്രവർത്തികൾ ദൈവം ചെയ്യിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന എത്യോപ്യൻ സഹോദരിമാർ, ഞാൻ ഇങ്ങനെ മാർക്കറ്റിലൊക്കെ നിൽക്കുമ്പോൾ ഞങ്ങളെ അറിയാവുന്ന സഹോദരിമാർ പറയും, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹോസ്പിറ്റലിൽ കടന്നു പോകുന്ന വഴിയിൽ വെച്ച് ദൈവം സൗഖ്യമാക്കാൻ തുടങ്ങി. മുടന്തി നടക്കുന്നവരുടെ മുടന്ത് മാറ്റുകയും അനേകം വീര്യപ്രവർത്തികളോട് ദൈവം അത്ഭുതങ്ങളുടെ വഴികളിലൂടെ ദൈവം എന്നെ നടത്തുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ ഇവിടെ നിൽക്കണമെങ്കിൽ എന്തായിരിക്കണം അപ്പന്റെ ഉദ്ദേശം? എന്നോട് അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 9-ഉം 10-ഉം വേദഭാഗങ്ങളിലൂടെ ദൈവം എന്നോട് ഒരു വേദഭാഗം എന്നോട് പറഞ്ഞു. ആ വേദഭാഗത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കാൻ, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഈ പട്ടണത്തിൽ അങ്ങേക്ക് വളരെ ജനമുണ്ട് എന്ന് പറയുകയും ഈ ജനമെല്ലാം എന്നെ വിട്ട് പോവുകയും എനിക്ക് സഭയിലെ ആത്മാക്കളില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് യമനി സഹോദരന്മാർ പ്രാർത്ഥിച്ച ഉടനെ ദൈവം മറുപടി കൊടുത്തു. ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോയപ്പോൾ IPCയുടെ പഴയ ജനറൽ പ്രസിഡന്റ് ജേക്കബ് ജോൺ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ദൈവദാസ അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ദൈവദാസൻ ഇനി കയറിപ്പോരെ, ഞാനിവിടെ ലക്ഷദ്വീപ് സഹോദരൻ എന്നോട് പറഞ്ഞു. ഞാൻ അന്നേരം കർത്തൃദാസനോട് ഇങ്ങനെ ചോദിച്ചു, യൂദായുടെ ലേഖനത്തിൽ ഇങ്ങനെ വാക്യമുണ്ട്, തന്റെ വാഴ്ച കാത്തുകൊള്ളാത്ത ദൂതന്മാരെ ദൈവം എന്ത് ചെയ്തു അങ്ങനെ എന്ന് ഒരു വാക്യമുണ്ട്. അത് പറഞ്ഞ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത്, ദൈവം ആക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെ നിൽക്കണമല്ലോ. ഇതല്ലേ ദൈവത്തിന്. എന്നോട് കർത്തദാസൻ ഒന്നും പറഞ്ഞില്ല. എന്റെ വലിയ ആയിരിക്കുകൊണ്ട് IPCയുടെ ജനറൽ പ്രസിഡന്റ് ആയിരിക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ദൈവദാസന് വരാൻ താല്പര്യമില്ല, അവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 5 വർഷം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ
ശക്തമായി അവിടുത്തെ യമന്റെ പ്രസിഡന്റിനെ ഒക്കെ അവർ കൊല്ലുകയൊക്കെ ചെയ്തപ്പോഴും ദൈവം ഞങ്ങളെ സുരക്ഷിതമായി ആ സാക്ഷ്യം പറയാനും ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അത് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ 5 മണിക്കൂറോ കൊണ്ട് തീരുന്ന സാക്ഷ്യമല്ല. എങ്കിലും ദൈവം അവിടെ അനേകരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് 5 വർഷം അടുക്കാറായപ്പോ ദൈവത്തിന്റെ ആത്മാവ് വളരെ ശക്തമായി ഞങ്ങളോട് സംസാരിച്ചു. ഇവിടുത്തെ യുദ്ധം തീരത്തില്ല, നിങ്ങളുടെ സമയം ഇവിടുത്തെ കഴിഞ്ഞു, നിങ്ങൾ ദേശത്തോട്ട് പൊക്കും. അപ്പം ഇതിനിടയ്ക്ക് 2018 വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് 5 വർഷമായിരുന്നു. കുഞ്ഞുങ്ങളെ കാണാതായിട്ട് ഞങ്ങൾ ദേശത്തോട്ട് വന്നു. ആ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ ഇവിടെ വന്നു. വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങളിവിടെ ഞങ്ങളുടെ സന എയർപോർട്ടെല്ലാം അടിച്ച് തകർത്തുകൊണ്ട് ഏതൻ എയർപോർട്ടിൽ വരെ അന്ന് അവിടുന്ന് തുടങ്ങി. അവിടുന്ന് സനായിന്ന് ബസ്സിന് കയറിയ 12 മണിക്കൂറായ 16 മണിക്കൂറാണ് ഏതനിൽ വരേണ്ട ദൂരം. പക്ഷെ ഞങ്ങൾ ഏകദേശം ഈ കറങ്ങി 24 മണിക്കൂർ കൊണ്ട് ഏതൻ എയർപോർട്ടിൽ വന്നിട്ട് ഏതൻ എയർപോർട്ടിൽ നിന്ന് ബോംബെയിൽ ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ദേശത്ത് വന്നു. ദേശത്ത് നിന്ന് മടങ്ങിപ്പോകാൻ ഞങ്ങൾ 2-3 മാസം കൊടുത്ത് മടങ്ങിപ്പോകാൻ ഞങ്ങൾ വെള്ളപ്പൊക്കം എല്ലാം കണ്ടു. വെള്ളപ്പൊക്ക സമയത്ത് ദേശത്ത് ഞങ്ങൾ നിൽക്കുന്ന ബൗണ്ടറി, അതായത് അതിന് 500 മീറ്ററിന് ബാക്കിയുള്ള സ്ഥലങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ടു. ഞങ്ങളുടെ ഭവനത്തിന്റെ ഭാഗത്തോ വെള്ളം കയറാത്തവണ്ണം ദൈവം ശക്തമായിട്ട് ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്തു. അപ്പോൾ തന്നെ എല്ലാ സ്കൂളുകളും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞ് ഒക്കെ ഇപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ 35 പേര് ദൈവം ഈ ഭവനത്തിൽ നിർത്താൻ ദൈവം ഇടയാക്കി. അനേക രോഗികളെ, ക്യാൻസർ രോഗികൾ ഒക്കെ ഈ ഭവനത്തിൽ പ്രൊട്ടക്ട് ചെയ്യുക. ഞങ്ങളോട് ദേശക്കാർ പറഞ്ഞു, നിങ്ങൾ അവിടെ കിടന്ന് ബോംബിൽ ചത്തുപോകാതെ നിങ്ങൾ ചാകേണ്ട, നിങ്ങൾ ഇവിടെ വന്നപ്പോ ഞങ്ങളെയും വിടത്തില്ലയോ, ഞങ്ങളെയും വെള്ളം കുത്തിക്കൊല്ലാവുന്നത്. ഞങ്ങൾ ഇവിടെ വന്നത് കാരണം ഇവിടെ അനേകരെ ദൈവം രക്ഷിച്ചു. ഞങ്ങള് മടങ്ങിപ്പോകാൻ ഞങ്ങൾ താല്പര്യപ്പെട്ടു. ഞങ്ങൾ ഇവിടുന്ന് യമന് കടത്തിവിടാത്തത് കൊണ്ട്, യമനിലേക്ക് ആൾക്കാരെ കടത്തിവിടാത്തത് കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് മസ്കറ്റിന് വിസ എടുത്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അവിടുത്തെ ഞങ്ങളുടെ കൂടെ മലയാളി ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് കടന്നു വന്നു. മസ്കറ്റിന് വിസ എടുത്തപ്പോൾ കൊച്ചി എയർപോർട്ടിൽ ഞങ്ങളെ കടത്തിവിടത്തില്ല. കാരണം ഞങ്ങളുടെ പാസ്പോർട്ടിനകത്ത് യമൻ വിസ ഉണ്ട്. നിങ്ങൾ യമനിലേക്ക് പോവുക, ഒരിക്കലും നിങ്ങളെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ എന്ത് ചെയ്തു? അവർ നിരുത്സാഹപ്പെടുത്തി. ഫ്ലൈറ്റിൽ എല്ലാ ആൾക്കാരും കയറുന്നവരെ ഞങ്ങളെ എയർപോർട്ടിൽ നിർത്തി. അവസാനം ഞങ്ങളെ കൊണ്ട് എഴുതി വെപ്പിച്ച് മസ്കറ്റിലേക്ക് നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് എഴുതി തരാൻ പറഞ്ഞു. ഞങ്ങൾ എഴുതി കൊടുത്തു. ഞങ്ങളത് മസ്കറ്റിൽ ഇറങ്ങിയിട്ട് മസ്കറ്റ് എയർപോർട്ടിൽ ഇറങ്ങിയ റൂബി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഞങ്ങൾ അവിടുന്ന് എന്ത് ചെയ്തു? സിയോണിലേക്കുള്ള ബസ്സിന് കയറി. സിയോണിലേക്കുള്ള ബസ് രാവിലെ 6 മണിക്ക് കയറിയ ബസ് വൈകുന്നേരം 9 മണിക്കാണ് അവിടെ ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ കാത്ത് ബസ് കിടക്കുന്നത് പോലെ സിയോണിൽ നിന്ന് സനയിലേക്ക് ഒരു ബസ്. അവിടുന്ന് വീണ്ടും 16 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ ഞങ്ങളുടെ കാലും കൈയും എല്ലാം ഒരു പരുവമായി, നീര് പിടിച്ചതുപോലെ ഒരു പരുവത്തിലെത്തി. ഞങ്ങൾ അവിടെ വന്നു. അവിടെ വന്നപ്പം ഞങ്ങളുടെ വരവിൽ എന്നോട് പല പ്രാവശ്യം കർത്തദാസ് പറയുണ്ടായി, ഇനിയും പോകുമ്പോൾ കർത്തദാസൻ മാത്രം അങ്ങ് ദേശത്ത് പോയാൽ ഞാൻ 5 വർഷം കൂടെ കഴിഞ്ഞേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് ഉറപ്പിച്ച് തീരുമാനമെടുത്ത് പോകുമ്പോൾ പെട്ടെന്നായിരുന്നു കർത്തദാസിൽ ചെന്ന് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് കർത്തദാസിയോട് പറഞ്ഞു, നിന്റെ സമയം ഇവിടെ തീർന്നു എന്ന് പൂർണ്ണമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു. ഞാൻ 2 ഏക്കർ കാളെ ഒരാൾക്ക് കൊടുത്തു, ഒരു നിലം കൊടുത്തു. ഈ കഥ കർത്തദാസിയോട് പറഞ്ഞു. ഞാൻ അത്താഴ സദ്യക്ക് വിളിച്ചു, ആരും വന്നില്ല. വഴിത്തലയ്ക്ക് ഇരിക്കുന്ന ആ വേദഭാഗം പറഞ്ഞിട്ട് കർത്തദാസ വീണ്ടും അടുത്ത വേദഭാഗം പറഞ്ഞ് കർത്തദാസ ദൈവം ഉറപ്പിച്ചു. ഞാൻ ഏലിയാവിന്റെ പുതപ്പ് ഏലീശ ധനിക കൃഷിക്കാരനായിരിക്കുന്ന കാളയെ പൂട്ടി ഉഴപ്പിച്ചു കൊണ്ടുവന്ന സ്ഥലത്ത് ഏലിയാവിന്റെ പുതപ്പ് ഏലീശയുടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഏലീശ എന്തു ചെയ്തെന്ന് നീ ഓർത്തുകൊള്ളു എന്ന് പറഞ്ഞ് കർത്തദാസിയെ അപ്പോൾ തന്നെ റസിയൻ എഴുതി കൊടുത്തു. ഇനി എനിക്ക് $1,000,000 തന്നാലും ഞാൻ നിൽക്കത്തില്ല. റസിയൻ എഴുതി കൊടുത്തപ്പോൾ കർത്തദാസിക്ക് റസിയൻ കൊടുക്കത്തില്ല. കാരണം അവിടെ പ്രതികൂലമായി ആരെ വിട്ടാലും കർത്തദാസ് വിടത്തില്ല. കാരണം അന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിലല്ല, ന്യൂറോ ഓറ്റിക്കകത്ത് അല്ല സൂപ്പർവൈസർ പോലെ ജോലി ചെയ്യുന്ന സമയം ഈ കർത്തദാസിയെ ഒരിക്കലും വിടത്തില്ല. പല പ്രാവശ്യം ഈ റസിയൻ എഴുതി കൊടുത്ത റസിയൻ വലിച്ചു കയറുന്നത് മോശയെ ഫറവോന്റെ മുമ്പിൽ നിന്ന് ഓടിക്കുന്നത് പോലെ ഞാനും കൂടെ ചെന്നു കർത്തദാസിയുടെ കൂടെ അവിടുത്തെ ഡയറക്ടർ എടുക്കും. അപ്പൊ ഞങ്ങളെ ആട്ടി പുറത്താക്കി. നീ മേലിൽ എന്റെ മുമ്പ് നിങ്ങളെ കണ്ടുപോകുന്നത് കരുത്തില്ല എന്ന് പറഞ്ഞു വിട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി ആയതുകൊണ്ട്
ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു വിസിറ്റിങ്ങിന് വിട്ടു. അപ്പൊ അടുത്ത ഡയറക്ടർ കയറിയപ്പോൾ അടുത്ത ഡയറക്ടറും കർത്തൃദാസിന്റെ കൂടെ ജോലി ചെയ്ത ഒരു ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ ആ റിസ്യം ലെറ്റർ കൊടുത്തപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു? അദ്ദേഹം വരുന്നതിന് മുമ്പ് റിസ്യം പേപ്പർ തന്നു. റിസ്യം പേപ്പർ തന്നപ്പോ ഞങ്ങളോട് കർത്തൃദാസോട് ഇങ്ങനെ പറഞ്ഞു, ഈ ദേശത്തിന് ജോലി ചെയ്യരുത്, നിങ്ങളുടെ പാസ്പോർട്ട് എയർപോർട്ടിലെ കൊണ്ട് തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം പാസ്പോർട്ട് വെച്ചിരിക്കുന്ന അധികാരികൾ എന്ത് ചെയ്തു? ഞങ്ങൾ റിസ്യം വെച്ച് ഞങ്ങൾ താമസിക്കുന്ന ഭവനം, ഞങ്ങൾ ആലയം നടത്തിയ ഭവനത്തിൽ പെയിന്റ് അടിച്ചു കൊടുക്കണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. ഞങ്ങൾ 16 വർഷം ഒറ്റ ആലയത്തിൽ തന്നെ നിന്നു. അവിടുത്തെ ഒരു ജയിലറുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ആ ജയിലർക്ക് ഞങ്ങൾ അവിടെ താമസിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ സഹോദരൻ ജയിലിൽ പിടിച്ചിട്ടിരുന്നു. ഒരുത്തരം വെടിവെച്ച കേസിൽ അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി, എന്റെ സഹോദരനെ നിങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തിറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വാടക കൂട്ടിത്തരത്തില്ല എന്ന് പറഞ്ഞിരുന്നു നേരത്തെ. അപ്പം ഇത് കുറച്ച് നാൾ മുമ്പുള്ള കാര്യം, ഒരു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം അദ്ദേഹത്തിന് ഞങ്ങളോട് നല്ല ആത്മാർത്ഥതയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തില്ല, ഞങ്ങളോട് കൂടുതൽ പൈസ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവനെ വെറുതെ വിട്ട് അവൻ പുറത്തിറങ്ങി. അവൻ എന്ത് ചെയ്തു? കല്യാണം കഴിച്ചു. ദൈവം അവനെ അത്ഭുത വഴികളിലൂടെ നടത്തുന്ന ആ ഭവനത്തെ ദൈവം സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. ആ ഭവനത്തിലെ പ്രിയ മാതാവിന് 2 കണ്ണും കാണാതെ വന്നപ്പോൾ ഞങ്ങൾ കരം വെച്ച് പ്രാർത്ഥിച്ചു. 2 കണ്ണിന് ദൈവം സൗഖ്യം നൽകി. ഇങ്ങനെ അനവധി അത്ഭുതങ്ങളിലൂടെ ദൈവം നടത്തിയതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആ റൂമിൽ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. കാരണം അവിടെ ഒരു ഏതൻ വർദ്ധിച്ച പോലെ മണിപ്ലാന്റ് ഞങ്ങൾ ഇങ്ങനെ താഴെ ചട്ടിക്കകത്ത് വെച്ചിട്ട് വളർത്തി ചരടെ കൂടെ കെട്ടി മൊത്തം മണിപ്ലാന്റ് ഒരു വലിയ അലങ്കാരമായ രീതിയിൽ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ മണിപ്ലാന്റ് ഇങ്ങനെ തലയാട്ടുന്നത് പോലെ ഉള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആരും കേട്ടില്ലെങ്കിലും മണിപ്ലാന്റ് ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയ വിശ്വാസം. അതിനകത്ത് കയറിയാൽ സൗഖ്യം പ്രാപിക്കാതെ, ഏത് രോഗി കയറിയാലും, ഏത് കുറ്റം ബാധിച്ചവർ കയറിയാൽ അവിടെ സൗഖ്യമാക്കാതെ പോയിട്ടില്ല. അങ്ങനെ ഒരു വലിയ ജീവിത അത്ഭുത പ്രവൃത്തിയിലൂടെയാണ് ദൈവം ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങള് ആ ഭവനത്തിന് പെയിന്റ് അടിച്ചു കൊടുത്ത്, ഞങ്ങൾ താക്കോലൊക്കെ ഏൽപ്പിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു? എയർപോർട്ടിൽ വരാൻ ബസ്സിന് നിന്നപ്പോൾ ഈ പാസ്പോർട്ടുമായിട്ട് അവിടെ വന്നു. ഒരു സർട്ടിഫിക്കറ്റോ മറ്റൊന്നും കർത്തൃദാസി കൊടുത്തില്ല. ഒരു പ്രയോജനമോ ഒരു പൈസ പോലും കൊടുത്തില്ല. അതിനിടയ്ക്ക് ശക്തമായ രീതിയിൽ ഞങ്ങൾക്ക് വരാൻ ടിക്കറ്റിന് പൈസ ഇല്ലാതെ ഭാരപ്പെട്ട ഒരു ടിക്കറ്റ് തന്നില്ല. അങ്ങനെ ടിക്കറ്റിന് ഭാരപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു തിരുച്ചിനാപ്പള്ളിയിൽ നിന്ന് ഒരു കർത്തൃദാസൻ അമേരിക്കന്ന് വിളിച്ചു. തിരുച്ചിനാപ്പള്ളിയിലെ ഭാര്യ വീടുള്ള ഒരു സഹോദരൻ അമേരിക്കന്ന് വിളിച്ചു. എങ്ങനെയോ നമ്പർ കിട്ടിയിട്ട് അമേരിക്കത്തിൽ നിന്ന് വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ തിരുച്ചിനാപ്പള്ളി പ്രാർത്ഥിക്കാൻ പോകും, നിങ്ങൾക്ക് ഇത്ര പൈസ വേണമെന്ന് എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും എന്ന് പറഞ്ഞു. നമുക്ക് ഏകദേശം $1900 എത്ര ടിക്കറ്റിന് പൈസ വേണമെന്ന് അത്രയും പൈസ അദ്ദേഹം അയച്ചു തന്നു. ദൈവം അത്ഭുതകരമായിട്ട് ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? ദേശത്ത് കൊണ്ടുവന്നു. ഞങ്ങള് 2020 ഞങ്ങൾ ദേശത്ത് വന്നിട്ട് ഞങ്ങള് ഇവിടെ 21 ദിവസം ഉപവസിക്കാൻ തയ്യാറായി. 21 ദിവസം ഉപവസിച്ചുകൊണ്ടിരിക്കുന്നതിന് മുമ്പ് ഞങ്ങള് യമനിലായിരിക്കുമ്പോ തന്നെ മോൻ അവസാന വർഷം MBBS പഠിക്കുന്ന സമയം, മോള് 3ാം വർഷം MBBS അതേ കോളേജിൽ തന്നെ ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്ത് MBBS പഠിക്കുന്ന സമയം മോൻ പറഞ്ഞു, പപ്പ അമ്മ എനിക്ക് ഒരു വർഷത്തെ ഒരു ടേമിലൂടെ അവസാന ടേമിലെ ഫീസ് മാത്രമാണ് അടയ്ക്കാനുള്ളത്, അതുകൂടെ കഴിഞ്ഞിട്ട് പോരായോ എന്ന് പറഞ്ഞ കർത്തൃദാസി മോളോട് ചോദിച്ചു, മോളെ ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ട് എന്നോട് ദൈവാത്മാ പറഞ്ഞു റിസൈൻ ചെയ്തു പോകാൻ. അപ്പൊ മോള് പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവാണ് പറഞ്ഞത്, അമ്മ റിസൈൻ ചെയ്തോ, ബാക്കി ദൈവം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞ് മോള് ഉറപ്പിച്ചു. അങ്ങനെയാണ് റിസൈൻ ചെയ്ത് വന്നത്. ഞങ്ങൾ 21 ദിവസം ഉപവസിക്കാൻ തുടങ്ങുമ്പോൾ മോന് ഫീസ് കൊടുക്കേണ്ട സമയമായി. സമയമായപ്പോ മോന് ഉപവാസത്തിന്റെ പ്രാരംഭ ദിവസത്തിൽ എന്നോട് ഇതിനിടയ്ക്ക് ഞാൻ ഈ യമനിലായിരിക്കുമ്പോൾ എല്ലാ മാസത്തിലും 3-4 പ്രാവശ്യം ഞാൻ ദേശത്ത് വരികയും നോർത്ത് ഇന്ത്യ ശുശ്രൂഷയ്ക്ക് കടന്നു പോവുകയും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്.
പഴയ IPC ജനറൽ പ്രസിഡന്റ് ചർച്ചിലെ ഒക്കെ മീറ്റിങ്ങിന് പോവുകയും എല്ലാ സ്ഥലങ്ങളിലും മെയിൻ മുലായം സിംഗ് യാദവിന്റെ സ്ഥലത്തും ജമ്മു ഭാഗങ്ങളിലും ഒക്കെ മീറ്റിങ്ങിന് കടന്നു പോകണം. ദൈവം അത്ഭുതങ്ങളിലൂടെ ദൈവം അവിടെ നടത്തി. അതിനിടയ്ക്ക് വെച്ച് ഗുരുദാസ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് എന്നെ സ്നാനപ്പെടുത്തിയ കർത്തദാസ് എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോയി. അവിടെ വലിയൊരു മീറ്റിങ്ങിന്റെ സമയത്ത് ഞാൻ കൈവെക്കുമ്പോൾ ആത്മാക്കൾ തെറിച്ച് എന്ന് വീഴുന്നത് കണ്ടോണ്ട് അവിടെ നിന്നുകൊണ്ട് ഈ കർത്തദാസൻ എന്നെ സ്നാനപ്പെടുത്തിയ കർത്തദാസിക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ഇതെന്താ ഉന്തിയിടുന്ന വസ്ത്രമാണെന്ന് പറഞ്ഞു. അപ്പൊ കർത്തദാസനോട് പറഞ്ഞു, കുറുക്കൻ മുന്തിരിങ്ങായി ചാടും, കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പുളി എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത് അങ്ങനെ വീഴുന്നുണ്ടെങ്കിൽ അത് ഉന്തിയിടുകയല്ല, പ്രാപിച്ചതാ. ചെറിയ ചില കാര്യം മുഴങ്കാലിരുന്ന് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ചതാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവിടെ തൊട്ട് അനേകർക്ക് എന്നോട് അവരിലൂടെ നടക്കാത്തതൊക്കെ എന്നിലൂടെ കാണാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണാൻ തുടങ്ങുമ്പോൾ അവർക്കൊക്കെ. അപ്പൊ ഞങ്ങൾ ഉപവാസത്തിങ്കില് ആദ്യത്തെ 3 ദിവസം ഉപവാസം കഴിയുമ്പോൾ ഒരു ചണ്ഡീഗഡിൽ നിന്ന് ഞങ്ങൾ നേരത്തെ വന്നിട്ട് ചണ്ഡീഗഡിൽ ഒരു മീറ്റിങ്ങിന് ഈ പഴയ കർത്തദാസ് ഞങ്ങളെ വിളിച്ചു. മീറ്റിങ്ങിന് ചെല്ലണം എന്ന് പറഞ്ഞ് വിളിച്ചു. ആ കർത്തദാസിയുടെ ഭവനത്തില് അവിടുന്ന് കർത്തദാസിന്റെ എടുക്കാൻ ഖത്തറിൽ നിന്ന് വന്ന ഒരു ദൈവ വൈതലിന് ബന്ധിക്കപ്പെട്ട് വന്ന കർത്തദാസിയെ ദർശനം കാണിച്ച് എന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് ദർശനം കാണിച്ച് ഞങ്ങളെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ആ ചണ്ഡീഗഡിൽ കൊണ്ടുപോയി അവിടെ വെച്ച് ശുശ്രൂഷിച്ച് ഈ ദോഹയിലുള്ള പ്രിയ സഹോദരിക്ക് ഭയങ്കര വിടുതലാണ്. ഞങ്ങളെ തിരിച്ച് ടിക്കറ്റ് എടുത്ത് കയറ്റി അയച്ചു. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നപ്പോ ഈ കർത്തദാസി അവിടുന്ന് ദോഹയെന്ന് ഞങ്ങള് ഈ പ്രിയ സഹോദരി വിളിച്ച് പറഞ്ഞു, സെബാസ്റ്റ്യൻ പാസ്റ്റർ, മോന് ഫീസ് കൊടുക്കേണ്ടത് എത്ര രൂപയാണ് ഒന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞു. മോനോട് ചോദിച്ചോട്ട് പറയാം. മോനോട് ചോദിച്ച് ആ മോന്റെ ഫീസ് ആ സഹോദരി കൊടുക്കാമെന്ന് ഏറ്റു കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ഒരു ഉപവാസത്തില് നിലവിളിക്കാൻ തുടങ്ങി. മോടെ ഫീസ് എങ്ങനെയായിരിക്കും ഒരു വഴിയും കാണുന്നില്ല. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഇതേ സഹോദരി എന്നെ വിളിച്ചു പറഞ്ഞു, എന്റെ മോൾക്ക് 8 ലക്ഷം രൂപ ഫീസ് കൊടുക്കണ്ട, അത് ദൈവം ഞങ്ങൾക്ക് ഇളച്ചു തന്നു എന്ന് പറഞ്ഞു. മോടെ ഫീസ് എത്ര? മോടെ ഫീസ് ഞാൻ കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. രണ്ടുപേരുടെ ഫീസ് കൊടുക്കാൻ കാരണമായി. ദൈവം അങ്ങനെയൊക്കെയുള്ള അത്ഭുത വഴിയിലൂടെ നടത്തി. ആ സമയത്ത് ഞങ്ങൾ 29 ഉപവാസം തീർന്നപ്പോൾ ഞങ്ങൾക്കൊരു ദർശനം ദൈവം തന്നു. ഒരു എയർപോർട്ട് കാണിച്ചിട്ട് ആ എയർപോർട്ടിന് ഞങ്ങൾ എയർപോർട്ടിൽ 15 കിലോമീറ്റർ ഞങ്ങൾക്കൊരു വേറെ സ്ഥലം ഒരുക്കുന്നതായിട്ട് കാണിച്ചു. അപ്പം ഞങ്ങള് ഈ ചണ്ഡീഗഡിലുള്ള കർത്തദാസ് വിവരം പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് പോരാ, നിങ്ങളെ കാണിച്ചിരിക്കുന്ന ചണ്ഡീഗഡ് എയർപോർട്ട്. ഞങ്ങള് എന്തുകൊണ്ട് ഞങ്ങൾ അത് അറിയും? എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങൾക്കുള്ള വേറെ ചണ്ഡീഗഡിലാണ്, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് കർത്തദാസ് ഞങ്ങളെ അവിടെ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ വല്ലതും വല്ലതും കൊണ്ടുവരണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒന്ന് നിങ്ങൾ കൊണ്ടുവരണം. ഞങ്ങള് ചണ്ഡീഗഡിലേക്ക് ചെല്ലാനുള്ള പൈസ വരെ ഞങ്ങൾക്ക് ദൈവം ഒരുക്കി തന്നു. ഞങ്ങൾ ചണ്ഡീഗഡിൽ ടിക്കറ്റ് എടുത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം എന്ന് പറയട്ടെ, ഇന്ന് വരെ ആർക്കും സംഭവിക്കാത്തതൊക്കെ വലിയ നല്ലൊരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് പുതിയ ഫ്രിഡ്ജ്, പുതിയ കട്ടിലുകൾ, എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി ഞങ്ങളെ അവിടെ താമസിക്കാൻ ദൈവം ഒരു അവസരം ഒരുക്കി തന്നു. ഞങ്ങൾ കൊറോണ സമയത്ത് അവിടെ 6 ഗ്രാമപ്രദേശങ്ങളിൽ നടന്നുപോയി. ഞങ്ങൾക്ക് അന്ന് സൈക്കിളോ സ്കൂട്ടറുകളോ ഒന്നുമില്ല. ഞങ്ങൾ നടന്നുപോയി 6 ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ ദൈവം ഞങ്ങളെ ഇടയാക്കി. അനേക ഗ്രാമങ്ങളിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ ഇടയാക്കി. ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോകും, ഇങ്ങോട്ട് വൈകുന്നേരം. ആ സമയത്ത് കർത്തദാസിക്ക് കാലിന്റെ ഉപ്പുറ്റി തറ ചവിട്ടാൻ വയ്യാത്ത വെള്ളം, കാലിന്റെ ഉപ്പുറ്റിക്ക് ഒരു അസ്ഥി വളർന്നു വരുന്നത് പോലെ. എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുപോയി ഞങ്ങൾ 6 ഗ്രാമങ്ങളിൽ പോയി മീറ്റിംഗ് എടുക്കുകയും ഞായറാഴ്ച ഇട ദിവസങ്ങളിലൊക്കെ മീറ്റിംഗ് എടുത്ത് 10, 60, 70 പേര് 6 ഗ്രാമങ്ങളിൽ കൂടി വരാവുന്നതാണ്. അപ്പൊ ചുങ്കി ഗ്രാമം, ദാപ്പർ, ഇങ്ങനെ മച്ചലിപ്പിണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇങ്ങനെ പോയി മാറി മീറ്റിംഗ് എടുത്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് വരട്ടെ, കൊറോണ സമയത്ത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഈ സമയമായപ്പോഴത്തേക്കും മോന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് മോൻ ദേശത്ത് കടന്നു പോകും. ദേശത്തല്ല, ചണ്ഡീഗഡിൽ ഞങ്ങൾ കടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് അതുവരെയും ഭക്ഷണത്തിനോ മറ്റൊന്നിനോ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കർത്തദാസി ഞങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടെ കൊണ്ടുതരും. ഞങ്ങളെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കും. കർത്തദാസിയുടെ സഭയെ എന്നെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കും. ഇങ്ങനെയായി
ഞങ്ങൾ വലിയ ആത്മീക ബന്ധത്തിലേക്ക് ഇങ്ങനെ നടന്നു കൊണ്ടിരുന്നപ്പോഴാണ് മോൻ കടന്നു വന്ന് മോൻ അവിടെ ഒരു പ്രാക്ടിക്കലായിട്ട് കയറി അവിടെ വന്ന് 40,000 രൂപ ഒരു സ്റ്റൈഫൻഡോട് കൂടി മോന് എന്ത് ചെയ്തു, ഒരു പ്രാക്ടിക്കൽ അവസരം ഒരുക്കി. അപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഉറവ അടഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടുന്നതൊക്കെ ദൈവം എന്ത് ചെയ്തു, പിന്നെ തന്നുകൊണ്ടിരുന്നു. പിന്നെ ആ സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ അവിടെ വീണ്ടും മീറ്റിംഗിലായിരുന്നു. ദൈവം അത്ഭുതകരമായിരുന്നപ്പോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പപ്പായും മമ്മിയും കൂടെ ഒരു കാര്യം ചെയ്യും, നാട്ടിൽ ഒന്ന് പോയിട്ട് വാ, അവിടെ വീട് പണി തടസ്സപ്പെട്ട് കിടക്കുകയല്ലയോ, ഒന്ന് പോയി അതിനുവേണ്ടി ഒരു പണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. 2020 കഴിഞ്ഞപ്പം അല്ല ഞങ്ങളോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ നാട്ടിൽ വന്ന് ഇവിടെ ആയിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഞങ്ങൾ പറഞ്ഞു, ഈ ദേശത്തൊരു വേലയില്ല. കാരണം ഈ ദേശത്ത് നേരത്തെ വേലയുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്ത് ഞങ്ങൾ ഈ എമന്റ് പോകും. ഈ വരുന്ന വേല ചെയ്യുന്നതിന് അവർക്ക് കിട്ടുന്ന ആദായം പറ്റിക്കൊണ്ട് അവർ പോകും, ആത്മാക്കളൊന്നും കൂടി. ഇങ്ങനെ IPC ചെങ്ങന്നൂർ സെന്ററുകാർ നടത്തിക്കൊണ്ട് അത് വിട്ടുകളഞ്ഞു. പിന്നെ മാവേലിക്കര സെന്ററുകാർ നടത്തി അത് വിട്ടുകളഞ്ഞു. വീണ്ടും ചെങ്ങന്നൂർ സെന്ററുകാർ നടത്തി അത് വിട്ടുകളഞ്ഞു. ഇങ്ങനെ പല പ്രാവശ്യമായി ഞങ്ങൾ വന്നു. അപ്പോൾ ഞങ്ങളോട് മാവേലിക്കര സെന്ററിന്റെ കർത്താവ് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ക്ലച്ച് പിടിച്ചോണം, എന്നാൽ നിശ്ചയമായിട്ടും ഇവിടെ വേല വളരും. അപ്പം എന്ത് ചെയ്തിരിക്കുക, ഞാനിവിടെ വന്നപ്പോ എന്നോട് ഇവിടെ ആ സമയത്ത് വിശ്വാസികള് ഈ ദേശത്തൊന്നും ആരുമില്ല. അപ്പൊ എന്നോട് പലരും പുറത്തുനിന്നുള്ള ആൾക്കാർ പറഞ്ഞു, പാസ്റ്റർ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും വരും, പാസ്റ്റർ ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ ആരെയും പ്രതീക്ഷിക്കേണ്ട, അവരെല്ലാത്തടത്ത് പോകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു വേല അങ്ങ് തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും കൂടി തുടങ്ങിയ വേല ഇന്ന് ദൈവത്തിന്റെ കൃപയാൽ 10-45 പേര് കൂടി വരുന്ന 4 വർഷം കൊണ്ട് ദൈവം വളർത്തി. അങ്ങനെ ആരാധന ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷത്തെ തുടക്കമാണ്. 3 കൺവെൻഷൻ ഞങ്ങൾ ഇവിടെ നടത്തി. ദൈവത്തിന്റെ കൃപയാൽ അനേകരെ സ്ഥാനപ്പെടുത്താൻ ദൈവം കൃപ ചെയ്തു. വലിയ അത്ഭുതങ്ങളിലൂടെ ഞാൻ മാവേലിക്കര വെസ്റ്റ് സെന്ററിനോട് ചേർന്ന് ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഇതിനിടയ്ക്ക് വെച്ച് കഴിഞ്ഞ അങ്ങേ വർഷം മകന്റെ വിവാഹം നടന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തക്ക തുണയ മകന് ദൈവം പ്രധാനമായി, അത് MBBS കഴിഞ്ഞ കുഞ്ഞാണ്. മകളുടെ വിവാഹം ആദ്യം നടന്നു, അതും MBBS കഴിഞ്ഞ കുഞ്ഞാണ്. 4 പേര്, എനിക്ക് ഒരു മകൻ, ഒരു മകളെയും കൂടെ ദൈവം ദാനം നൽകി. അവരും അതായത് മകൾക്ക് ഒരു കൊച്ചു കുഞ്ഞുണ്ട്, അവന്റെ പേരാണ് നേട്ടൻ. അവനെ ദൈവം അനുഗ്രഹിക്കുക. അവർ 4 പേര്. മകൻ ചണ്ഡീഗഡിലാണ്, മകനും ഭാര്യയും ആയിരുന്നു. മകൻ പെട്ടെന്ന് അവന് ട്രാൻസ്ഫർ കിട്ടി, അവന് ഡെഹ്റാഡൂണിലോട്ട് പോയി. മകൾ ഇപ്പോൾ ആ ഭവനത്തിലാണ് താമസിക്കുന്നത്. മകളും മരുമകനും കൂടെ അവിടെ ജോലി ചെയ്യും. അവര് സന്തോഷമായി അനുഗ്രഹിക്കപ്പെട്ട ദാനമാണ് ദൈവം ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ ഇവിടെ ഇപ്പോഴും ആത്മാർത്ഥമായി ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യും. വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾക്ക് എന്നോട് യമനിലായിരിക്കും അവിടുത്തെ സഭയിലുള്ള വിശ്വാസികൾ ചോദിക്കും, എന്നോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, സദൃശവാക്യം 31-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം എന്നോട് പറയുമായിരുന്നു, ഇതുപോലെ സാമർഥ്യമുള്ള ഭാര്യ ആർക്കും എന്ന് പറയുമായിരുന്നു. ഇതിനകത്ത് ഞാൻ കർത്തദാസത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞില്ല. എന്റെ ആത്മീക വളർച്ചയുടെ അടിസ്ഥാന ഗുരു എന്ന് വേണം പറയാം. എന്നെ ശുശ്രൂഷയിലെ എല്ലാ പിന്താങ്ങലും എന്നെ പറഞ്ഞ് പഠിപ്പിച്ചതും എല്ലാം കർത്തദാസിയാണ്. കർത്തദാസിയൻ വിശ്വാസത്തിൽ വളരാൻ കർത്താവായ യേശുക്രിസ്തു കഴിഞ്ഞാൽ കർത്തദാസിയുടെ വലിയ സഹായം എന്നെ ആത്മീകമായി വളർത്താനും ശുശ്രൂഷയുടെ ആശീർവാദം ഒക്കെ വരെ പഠിപ്പിക്കാനും ഒക്കെ കർത്തദാസിയിലൂടെയാണ് ദൈവം ഇടയാക്കിയത്. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയുടെ ഇന്ത്യക്കകത്തും പുറത്തും അനേക ഇടങ്ങളിലേക്ക് ദൈവം കടത്തിവിട്ട് ഞങ്ങൾ രണ്ടുപേരും ജേക്കബ് ജോൺ പാസ്റ്റർ ഞങ്ങളെ ഗുരുദാസ്പൂർ കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ കൊണ്ടുപോയപ്പോഴൊക്കെ കൺവെൻഷനിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ അവർക്ക് പലർക്കും അതിശയമാണ്, ഇവരിത് എങ്ങനെ പ്രാപിച്ച ഭാര്യയും ഭർത്താവും ഒരേ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഇവര് ശക്തമായി ശുശ്രൂഷ ചെയ്യുന്നു. ഇവരുടെ ശുശ്രൂഷ അങ്ങനെ ഉള്ള ഒരുപാട് കഴിഞ്ഞ നവംബറിലൊക്കെ ജനപ്രസിഡന്റ് പഴയ ജേക്കബ് ജോൺ പാസ്റ്റർ ചർച്ചിൽ 25 മീറ്റിംഗ് കഴിഞ്ഞ നവംബർ മാസത്തിൽ എടുക്കാൻ ദൈവം കാരണമായി തീർന്നു. ഇതിന്റെ ഇടയിൽ മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ദൈവം വലിയ അനുഗ്രഹത്തോടെ ഞങ്ങളെ കുടുംബമായി ഒരു അക്കില്ലാവിനെയും പ്രിസ്കില്ലയും എങ്ങനെയാണോ ദൈവം ഉപയോഗിച്ചത്, ഇന്നും അക്കില്ലാവിനെയും പ്രിസ്കില്ലയും തെറ്റ് പറഞ്ഞാൽ അതായത് വിശുദ്ധിയിലും വേർപാടിലൂടെയും ശക്തമായി വിശുദ്ധിയും വേർപാടിനും വേണ്ടി ഉറച്ചു നിൽക്കുകയും കർത്തദാസി ഈ വേർപാട് ജീവിതത്തിനും വിശുദ്ധയുടെ ജീവിതത്തിനും ആക്കം കൂട്ടിക്കൊണ്ട് പ്രസംഗിക്കുകയും ഇതൊക്കെ ചെയ്യുന്ന കർത്തദാസി പറഞ്ഞ സാക്ഷ്യത്തിൽ വളരെ 3/4% കർത്തദാസിക്ക് അത് പറയാൻ കഴിഞ്ഞില്ല. കാരണം എന്ന് പറഞ്ഞാൽ
കർത്തദാസിക്ക് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. കർത്തദാസി മിലിറ്ററി ഹോസ്പിറ്റൽ തിരുവനന്തപുരത്ത് വെച്ച് വലിയൊരു ഓപ്പറേഷൻ വിധേയമാക്കപ്പെടുകയും ഏത് ഓപ്പറേഷനിലൂടെ അവയവങ്ങൾ നീക്കപ്പെട്ടോ അതേ അവയവങ്ങളെ കർത്താവ് മടക്കി കൊടുത്തു. ക്യാൻസർ ആണെന്ന് വിധി എഴുതി 2 ഓവറികളും മിലിറ്ററി ഡോക്ടേഴ്സ് നീക്കം ചെയ്തു. അതേ ഓവറികളെ ദൈവം മടക്കി കൊടുത്തു. അത്ഭുതകരമായ സാക്ഷി. അതൊന്നും കർത്തദാസി പറഞ്ഞില്ല, കാരണം അതിന് സമയം കിട്ടിയില്ല. കർത്തദാസിയുടെ ജീവിത പ്രാരംഭത്തിലെ ആദ്യകാലങ്ങളിലെ അനുഭവങ്ങൾ തൊട്ട് കടന്നു വന്നു പുതിയ ഡെലിവറൻസ് മീറ്റിംഗ്. കൊച്ചാലുമൂട് മാങ്കാങ്കുഴിക്ക് ഇടയ്ക്ക് MLA ഓഫീസിന് അടുത്തോട് ചേർന്ന ഒരു പുതിയ ഡെലിവറൻസ് മീറ്റിംഗ്, ആരാധനയും വിടുതൽ ശുശ്രൂഷയും പവർ മീറ്റിംഗ് തുടങ്ങാൻ ഞങ്ങൾ കഴിഞ്ഞ 3 വർഷം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അതിന് തക്കോളം ഞങ്ങൾക്ക് ഒരു ഹാള് തന്നു. അതിനുവേണ്ടിയുള്ള വളരെ തിരക്കേറിയ പ്രയത്നങ്ങളിലൂടെ ആയിരുന്നു ഞാനിപ്പോ ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നതിന് മുമ്പ് അതിന്റെ ആവശ്യങ്ങൾക്കായി പോയിട്ട് കടന്നു വന്നു. അനേകർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ വേല എല്ലാവരും ആ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ ബുധനാഴ്ചയും 10:30 തൊട്ട് 1 മണി വരെ വിടുതൽ ശുശ്രൂഷയും ആരാധനയും നടക്കും. ഞായറാഴ്ച രാവിലെ 8:30 തൊട്ട് 10:30 വരെ ഇവിടെ IPC ചർച്ചിന്റെ ആരാധന നടക്കും. അവിടെ 11 മണി തൊട്ട് 1 മണി വരെയും ആരാധന നടക്കും. ആ പുതിയ വേല ഓർത്ത് ഇവിടുത്തെ വേല എന്നെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകരെ എല്ലാവരും ഈ വേല ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം വളരെ അത്ഭുതകരമാണ് എന്ന് ഞാൻ പറഞ്ഞു. അക്കില്ലാവിന്റെയും പ്രിസ്കിന്റെയും ദൈവം ഏത് വിധത്തിൽ ഉപയോഗിക്കപ്പെട്ടോ അതേപോലെ തെറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹിന്ദി പറയുന്നത് ബർദാസ്തിനെയും ഓർക്കും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് തെറ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയത്തില്ല. അതുപോലെ വിശുദ്ധിയിലും വേർപാടിലൂടെ ദൈവം ഞങ്ങളെ ശക്തമായി വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം ഞങ്ങള് ഞാൻ കർത്തദാസി കുടുംബജീവിതം നയിക്കാത്ത ഒറ്റ ദിവസം പോലും ഞങ്ങൾക്ക് പിണങ്ങി ഒരു രാത്രി പോലും കിടക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ പറഞ്ഞാൽ പരസ്പരം തെറ്റ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് മനസ്സിലാക്കി, അതായത് തെറ്റാണ് കർത്തദാസി തെറ്റ് പറഞ്ഞാൽ കർത്തദാസി പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ ഞാൻ പറയും തെറ്റാണ് ഞാൻ പറഞ്ഞത്, അത് തിരുത്തണം എന്ന് പറഞ്ഞ് ചിലപ്പോ എനിക്ക് അത് തോന്നിയ പ്രസംഗത്തിന് നടുവിൽ ഞാൻ പറഞ്ഞു നിർത്ത്, അത് തെറ്റാണ്, അങ്ങനെയല്ല വേദവചനം എന്ന് പറയാം. അതുപോലെ എനിക്ക് തെറ്റ് പറ്റിയാൽ അടുത്തിരുന്ന് എന്നോട് പറയും, അത് എഴുതി വെച്ചിട്ട് പറയും ഇന്ന ഭാഗത്ത് നിന്ന് ഇന്ന വാക്കുകൾ തെറ്റാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എനിക്ക് ഇനിയും സമയമുള്ളത് കൊണ്ട് 5:30 വരെ സമയമുള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ ശുശ്രൂഷയുടെ വിജയത്തിന്റെ പ്രധാന കാരണം ഞാൻ പറഞ്ഞു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യത്തിലൂടെ ദൈവാത്മാവ് ഇങ്ങനെ ശക്തമായിട്ട് അതിനകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ശുശ്രൂഷ വിജയത്തിന് ദൈവത്തിന്റെ സർവായുധ വർഗത്തെ കുറിച്ച് അതിനകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. എന്താണ് ഈ ദൈവത്തിന്റെ സർവായുധ വർഗം? ഒരു ശുശ്രൂഷകനും ഒരു നല്ല കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ഭടൻ ദൈവത്തിന്റെ സർവായുധ വർഗം എടുക്കാത്ത ഒരു കർത്തദാസനും ഒരു വിശ്വാസിക്കും എന്ത് ചെയ്യത്തില്ല, ഒരു നല്ല വിജയം കൈവശമാക്കാൻ കഴിയത്തില്ലെന്ന് എന്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവത്തിന്റെ സർവായുധ വർഗം അരയ്ക്ക് സത്യം കിട്ടണം. ഈ സത്യത്തെ കുറിച്ച് പറയണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഈ ദൈവത്തിന്റെ സർവായുധ വർഗത്തിലെ ദൈവം പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അരയ്ക്ക് സത്യവും നീതി കവചവും രക്ഷയും ആത്മാവിന്റെ വാളും സുവിശേഷത്തിന്റെ ഒരുക്കം കാലിൽ ചെരുപ്പും ഒക്കെ ഇട്ട് വിശ്വാസം എന്ന പരിചയം ഒക്കെ എടുത്തു നിൽക്കണം. ഇതിനെക്കുറിച്ച് ഓരോന്നിനെ കുറിച്ച് നിർത്തി വ്യാഖ്യാനിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അരയ്ക്ക് സത്യം എന്താ? അരയ്ക്ക് സത്യം കെട്ടത് യേശുവിനെ അരയ്ക്ക് കെട്ടിയ ശത്രു നോക്കുമ്പോൾ ശത്രുവിന്റെ ഒരു തീയമ്പം നമ്മുടെ മേലെ ചെയ്യാതെ ദൈവം പ്രൊട്ടക്ട് ചെയ്യും. അരയ്ക്ക് സത്യം നീതി എന്ന കവചം, അതായത് നീതി എന്ന കവചം നമ്മള് കഴുത്ത് തൊട്ട് താഴോട്ട് ബെൽറ്റ് വരെ ഇട്ട് കഴിഞ്ഞാൽ ശത്രുവൻ ആ നീതി യേശു മാത്രമാണ്, സത്യം യേശു മാത്രമാണ്. അപ്പോൾ നീതിയെ അരയ്ക്ക് സത്യവും നീതി എന്ന കവചത്തിലേക്ക് രക്ഷ എന്ന ശിരസ്, രക്ഷ യേശുവാണ്. രക്ഷ എന്ന് പറഞ്ഞാൽ ശിക്ഷ എന്നുള്ള വിടുതലാണ്. ആ രക്ഷ യേശു ക്രിസ്തു മാത്രമാണ്. യേശു ക്രിസ്തുവിനെ ശിരക്ക് ശിരസ്ത്രമായി ഇട്ടിട്ട് കഴിഞ്ഞാൽ അപ്പൊ ഉച്ച തൊട്ട് അര വരെ ഞാനിപ്പോൾ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ദൈവം എന്നെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം സുവിശേഷം എന്ന ഒരുക്കം കാലിന് ചെരുപ്പ്, സുവിശേഷം എന്ന ഒരുക്കം കാലിന് ചെരുപ്പ്, സുവിശേഷം യേശുവാണ്. അത് ഞാൻ എന്ത് ചെയ്തു? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. അതുകൊണ്ട് എനിക്ക് അത് പ്രയോജനപ്പെടുന്നു. അപ്പം യേശുവിനെ നമ്മൾ ഉച്ച തൊട്ട് ഉള്ളങ്കാൽ വരെ ഇട്ടിരിക്കുക. അപ്പം അരക്ക് സത്യവും നീതി കവചവും രക്ഷയും ആത്മാവിന്റെ വാളും സുവിശേഷത്തിന്റെ ഒരുക്കം കാലിൽ ചെരുപ്പ്. ആത്മാവിന്റെ വാൾ നമ്മൾ എപ്പോഴും എടുക്കുന്നത് വലത്ത് കയ്യിലായി. വലത്ത് കയ്യിൽ ആത്മാവിന്റെ വാളെടുത്താൽ നമ്മൾക്ക് എതിരെ വരുന്ന ശത്രുവിനെ അരിഞ്ഞു വീഴ്ത്തുവാൻ കഴിയും. ആത്മാവിന്റെ വാള് പരിശുദ്ധാത്മാവാകുന്ന വാളിനെ നമ്മൾ കരുത്തിലെടുക്കണമെന്ന്. അതായത് അടുത്തത്
വിശ്വാസം എന്ന പരിച ഇടത്ത് കയ്യിൽ നമ്മൾ എഴുതുമ്പോൾ നമ്മളെ മൊത്തം പ്രൊട്ടക്ട് ചെയ്യുക, ശത്രുവിനെ കീഴ്പ്പെടുത്തും. ലോകത്തിനൊക്കെ യുദ്ധമുണ്ട് എങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുമെന്ന് പറഞ്ഞ കർത്താവിന്റെ ഈ ദൈവത്തിന്റെ സർവായുധമാർഗം ഞാൻ നിശ്ചയമായിട്ടും എന്റെ ഉപവാസത്തിലെ 21, ഒരു വർഷത്തിലെ 3, 21, ഒരു 40, എല്ലാ ആഴ്ചയിലും 3 വർഷം, ദീർഘവർഷങ്ങൾ അങ്ങനെ ഉപവാസത്തെ മലയിൽ ഞാൻ ആയിരുന്നപ്പോൾ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യമാണ്. ആ ദൈവം എന്നെ പഠിപ്പിച്ച കാര്യമാണ് ഞാൻ ഇന്ന് ഇത് പൂർണ്ണ വിശ്വാസത്തിന്റെ ദൈവം എന്നെ ശക്തമായിട്ട് നിലനിർത്തി. നമ്മൾ എടുത്തിരിക്കുന്ന ഉടമ്പടി, അതായത് ദൈവത്തിന്റെ സനി നമ്മൾ എടുക്കുന്ന ആ ഒരു വേലയുണ്ട്. അത് ദൈവം എന്നെ എനിക്ക് 5 മിനിറ്റ് കൊണ്ട് തന്ന ഒരു പാട്ടുണ്ട്. തച്ചു പണിയല്ല വേല, ഉടമ്പടി വേലയാണ് ദൗത്യം. തച്ചു പണിയല്ല വേല, ഉടമ്പടി വേലയാണ് ദൗത്യം. യജമാനേൽപ്പിച്ച വേല വേഗം തികച്ചു വീട്ടിൽ പോകണം. യജമാനേൽപ്പിച്ച വേല വേഗം തികച്ചു വീട്ടിൽ പോകണം. ഭാരങ്ങളേറിടും വേള ആരും സഹായമില്ലെങ്കിലും ആശ്വാസമാണൻ രക്ഷകൻ. യുഗാന്ത്യത്തോളം നടത്തിടും ഭാരങ്ങളേറിടും വേളയിൽ ആരും സഹായമില്ലെങ്കിലും ആശ്വാസമാണൻ രക്ഷകൻ. യുഗാന്ത്യത്തോളം നടത്തിടും മരുഭൂമിയിലാണ്. ഈ പാട്ട് എന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതവും ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീർന്നു. എന്താ പറയുക, ഇന്ന് തന്നെ കേൾക്കുന്ന ഈ ആരോമ ടിവിയിലൂടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ ഗുജറാത്ത് പാസ്റ്ററെയും ഇതിൽ എന്നെ ശ്രദ്ധിച്ചു കൊടുത്ത എല്ലാ പ്രേക്ഷകരെയും ഇതൊരു സാക്ഷ്യം അനേകരുടെ ജീവിതത്തിൽ ഇത് വിടുതലിനും ആശ്വാസത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ജൂലൈ മാസം 2 തുടങ്ങുന്ന ഈ ഡെലിവറൻസ് മീറ്റിംഗ് വലിയ അനുഗ്രഹം, അനേക ആത്മാക്കളെ ദൈവം തന്നു. അവിടെ ഈ മീറ്റിംഗ് ശക്തമാക്കുവാൻ ദൈവം അനുഗ്രഹിക്കേണ്ടത്. എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്ന വിടുതലുകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ലഭിപ്പാൻ നിങ്ങൾ വിശ്വാസം എന്ന പരിധി എടുത്തു. ശത്രുവിന്റെ തീയമ്പളെ കടുപ്പാൻ വിശ്വാസം എന്ന പരിധി എടുത്തു. ആത്മാവിന്റെ വാൾ ഏന്തിയാൽ നിശ്ചയമായിട്ടും ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തു നിന്നാൽ ആർക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയത്തില്ല. സുവിശേഷ വയലിൽ ശക്തമേറി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും, എന്നെ കേൾക്കുന്നവരെ ഓരോരുത്തരെയും ഉപയോഗിക്കപ്പെടും. ജനലക്ഷങ്ങളെ ഹഠാത് ആകർഷിക്കുന്ന ഈ ആരോമ ടിവിയിലെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുത്ത കർത്തദാസനെ ഒരിക്കൽ കൂടെ ഞാൻ നന്ദി അർപ്പിക്കുന്നു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.